ഓക്കെ, ചെറിയൊരു ഇഷ്യൂ വന്നാണ്. നമ്മൾ തുടങ്ങാം. സോറി കേട്ടോ, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നാണ്. നമ്മൾ വിഷയത്തിലേക്ക് കിടക്കട്ടോ. അപ്പോ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിരുന്നത് സൈക്കോളജിയുടെ ആദ്യ ഭാഗങ്ങളെ കുറിച്ച്, അതായത് ഇൻട്രൊഡക്ഷനും അതിന്റെ ഡെഫിനിഷനും, അതൊരു സയൻസ് ആണോ അതല്ല ആർട്ടാണോ എന്ന വിഷയത്തിലുള്ള ഡിസ്കഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ പേപ്പറിലെ ജനറൽ സൈക്കോളജി എന്ന PPCC 101 ബ്ലോക്ക് 1 രണ്ടാമത്തെ യൂണിറ്റ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് നേച്ചർ, സ്കോപ്പ്, ഡിവിഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ സൈക്കോളജി, ഈ 4 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് സൈക്കോളജിയുടെ നേച്ചർ എന്ന് പറയുന്നുണ്ട്. നേച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സയൻസ് ആണോ ആർട്ടാണോ എന്ന വിഷയം, അതായത് സൈക്കോളജി ഏത് ഇതിൽ നിന്നാണ് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്കോപ്പ്, എന്തെല്ലാം വിഷയങ്ങളാണ് അതിൽ ഡിസ്കഷന് വിധേയമാക്കുന്നത് പറയുന്നുണ്ട്. പിന്നെ ഡിവിഷൻസ്, എത്ര ഭാഗങ്ങളുണ്ട്, ഇന്ന് സൈക്കോളജി ഏതെല്ലാം മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആയ ഒരു ഡിസ്കഷൻ ആണ് ഈ യൂണിറ്റിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ച പോലെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറയും. പിന്നെ സയന്റിഫിക്, അപ്പൊ നേച്ചർ എന്താണ്? ദിസ് ഇസ് എ സയന്റിഫിക് സ്റ്റഡി. പിന്നെ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? അബൌട്ട് ബിഹേവിയർ. പിന്നെയോ മെന്റൽ പ്രോസസ്സ്. അപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്ന ബിഹേവിയറും എന്നാൽ പെട്ടെന്ന് കാണാൻ മനസ്സിലാക്കാത്ത വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന മെന്റൽ പ്രോസസ്സും, ഇത് രണ്ടും ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സൈക്കോളജി. അപ്പോൾ ശാസ്ത്രീയ ശാഖയാണ്, ബിഹേവിയറിനെ പഠിക്കുന്നു, മെന്റൽ പ്രോസസ്സിനെ പഠിക്കുന്നു. പിന്നെ സൈക്കോളജി എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ച് ഔട്ട് ആയിട്ടാണ് വന്നത്. അപ്പൊ ഫിലോസഫി ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്, അതിൽ നിന്നും പിന്നീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിലോസഫിയുടെ കീഴിലുള്ളതും മറ്റു സയൻസുകളുമായിട്ട് സൈക്കോളജിക്ക് നല്ല ബന്ധമുണ്ട്. സൈക്കോളജിക്ക് മറ്റു സയൻസുകളുമായിട്ട് ബന്ധമുണ്ട്. ഒറ്റപ്പെട്ട ഒരു ബ്രാഞ്ച് അല്ല, മറിച്ച് നമ്മൾ മറ്റു സയൻസുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിനോടൊക്കെ ബന്ധമുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇന്ത്യയിൽ സൈക്കോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തു വന്നത്, എവിടെയാണ് ആദ്യത്തെ സൈക്കോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത്, ഇത് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാൻ പറ്റും. മാത്രമല്ല സൈക്കോളജിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസ്, ഇതൊക്കെ തടുക്കാൻ വേണ്ടി എന്തെല്ലാം ടെക്നിക്കുകൾ, ടൂൾസുകളാണ് പിന്നീട് കണ്ടെത്തിയത് എന്നതും ഈ യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. സൈക്കോളജി സയൻസ് എന്ന് പറയുകയാണെങ്കിൽ അതേ ഒരു ശാസ്ത്രീയമായ പഠനമാണ്. എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ബിഹേവിയറൽ സയൻസിനെ കുറിച്ച്, മനുഷ്യന്റെ പെരുമാറ്റങ്ങളെ കുറിച്ച്, സമൂഹത്തിന്റെ പെരുമാറ്റത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യനെയും സമൂഹത്തെയും മനുഷ്യന്റെ പല പല കാര്യങ്ങളെയും സിസ്റ്റമാറ്റിക് ആയ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്നു. ശാസ്ത്രീയമായ പഠനം എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് ആയ മെത്തേഡുകൾ, ഒബ്സർവേഷൻ ആകാം, എക്സ്പെരിമെന്റേഷൻ ആകാം, അല്ലെങ്കിൽ മറ്റുള്ള മെത്തേഡുകളാകാം. ആ ഡാറ്റ കളക്ട് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയി ഇതിലും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ശാസ്ത്രമാണ് എന്നതുകൊണ്ട് തന്നെ ഫിസിക്കൽ സയൻസുകളായ മറ്റു സാധനങ്ങൾ, ഉദാഹരണം ഫിസിക്സ്, അതിൽ നമ്മൾ ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്, എക്സ്പെരിമെന്റേഷൻ ഒക്കെ നടത്താറുണ്ട്. അതേ രൂപത്തിൽ സൈക്കോളജിയിലും നടത്താം. അതേസമയം ബയോളജിക്കൽ സയൻസുകളായ ബയോളജിയിൽ നമ്മൾ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്നു, ഹെറിഡിറ്റിയെ കുറിച്ച് പഠിക്കുന്നു, ന്യൂറോണുകളെ കുറിച്ച് പഠിക്കുന്നു, ഹോർമോണുകളെ കുറിച്ച് പഠിക്കുന്നു. ഇതേ രൂപത്തിൽ സൈക്കോളജിയിലും പഠിക്കും. അപ്പോൾ ഫിസിക്കൽ സയൻസിനെ പോലെ ബയോളജിക്കൽ സയൻസിനെ പോലെ അതിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും മെത്തേഡുകളും നമ്മൾ ഈ പറയുന്ന സൈക്കോളജിയിൽ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല സാധാ സയൻസ് ഉപയോഗിക്കുന്ന പ്രഡിക്ഷൻ, എക്സ്പ്ലനേഷൻ, ഇതൊക്കെ നമ്മൾ സൈക്കോളജിയിൽ ഉപയോഗിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചില സംഭവങ്ങളെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല ചില ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ശാസ്ത്രം എങ്ങനെയൊക്കെയാണോ ആ ഫിസിക്സിനെ അല്ലെങ്കിൽ ആ ഒരു സയൻസിനെ കൺട്രോൾ ചെയ്യുന്നെങ്കിൽ അതേ രൂപത്തിൽ സൈക്കോളജിയും ഒരു സയൻസ് രൂപത്തിൽ ആ ടൂളുകളും ടെക്നിക്കുകളും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സൈക്കോളജി നമ്മളൊരു സയൻസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോ അതിന് മറ്റു സയൻസുകളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഈ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും സയൻസുകളെ കുറിച്ച് ഒന്ന് പറയാവോ? സൈക്കോളജിക്ക് ഏതെങ്കിലും സയൻസായിട്ട് കണക്ഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സൈക്കോളജിക്ക് മറ്റു സയൻസുകളായിട്ട് ബന്ധമുണ്ടോ എന്ന വിഷയം? ഹലോ, ഞാൻ ഒറ്റക്കാണോ? ആരും പറയില്ലല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, പേടിക്കേണ്ട കേസൊന്നുമില്ല.
നോ ഐഡിയ. ഓക്കെ, അതെ. സൈക്കോളജിക്ക് മറ്റു സയൻസുകളുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ സൈക്കോളജി ഒരു ഐസൊലേറ്റഡ് സയൻസ് അല്ല, മറ്റു സയൻസുകളുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്, ഐസൊലേറ്റഡ് അല്ല, ഒറ്റപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ഈ മറ്റു സയൻസിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെന്റുകൾ സൈക്കോളജിയുടെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ സൈക്കോളജി ഉണ്ടായി വരാൻ സഹായമായി. അതുപോലെ സൈക്കോളജിയിൽ ഉണ്ടായ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ആ മേഖലയിൽ ഉണ്ടായ പുരോഗതിയും മറ്റു സയൻസിന്റെ വളർച്ചയ്ക്കും കാരണമായി നമുക്ക് മനസ്സിലാക്കാം. അതായത് പരസ്പര ബന്ധിതമാണ് പല സയൻസ്. ഉദാഹരണം ഫിസിക്സ് സൈക്കോളജി, സൈക്കോഫിസിക്സ്, ബയോസൈക്കോളജി, ബയോളജിയും സൈക്കോളജിയും, ബയോസൈക്കോളജി, കെമിസ്ട്രിയും സൈക്കോളജിയും, ഇങ്ങനെ വ്യത്യസ്തമായ നമ്മൾ സാധാരണ നേച്ചർ ബേസിക് സയൻസ് ആയിട്ട് പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതാണല്ലോ ബേസിക് സയൻസുകൾ. ഇതിനൊക്കെ സൈക്കോളജിയോട് ബന്ധമുണ്ട്. അതേ പ്രകാരം സൈക്കോളജിയിൽ നിന്നും മറ്റു സയൻസുകൾ ബ്രാഞ്ച് ഔട്ട് ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഫിലോസഫിയുടെ ഒരു ചൈൽഡാണ് സൈക്കോളജി. സൈക്കോളജിക്ക് ശേഷമാണ് സോഷ്യോളജി വന്നത്, ആന്ത്രോപോളജി വന്നത്. അപ്പോ ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടൊക്കെ പരസ്പര ബന്ധമുണ്ട്. അതായത് ഇന്റർ ഡിസിപ്ലിനറി റിലേഷൻ ഉണ്ട്, അഥവാ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേഷൻ ഉണ്ട്. അപ്പോ ഇതിലുള്ള ചില കോൺസെപ്റ്റുകൾ അതിലുപയോഗിക്കും, അതിലുള്ള കോൺസെപ്റ്റുകൾ ഇതിലുപയോഗിക്കും. ഉദാഹരണം ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ സാധനം, അത് സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്, എന്നാൽ സോഷ്യോളജിയിൽ അതിനേക്കാൾ അധികം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ സോഷ്യോളജിയും സൈക്കോളജിയും ചേർന്ന് വന്ന സോഷ്യൽ ആറ്റിറ്റ്യൂഡ് വലിയൊരു വിഷയമാണ്. അപ്പൊ സൈക്കോളജിയിലെ ആറ്റിറ്റ്യൂഡ് എന്നുള്ള കോൺസെപ്റ്റ് അത് സോഷ്യോളജിയിലും വന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ട് സോഷ്യൽ സൈക്കോളജി എന്ന പുതിയതിൽ പ്രധാന ഒരു വിഷയമാണ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിതമാണ്. പല കോൺസെപ്റ്റുകളും പല ആശയങ്ങളും ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പരസ്പരം ലേനാദേന കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ സയൻസുകൾ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിക്കും. അതെ, സൈക്കോളജി ശരിക്ക് ആ ഒരു സയൻസായി വരാൻ, ഇങ്ങനെ ഒരു പുതിയ ശാസ്ത്രമായി വരാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഫിസിയോളജി, ജെനറ്റിക്സ്, മെഡിസിൻ, ന്യൂറോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇവയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതായത് ഫിസിയോളജിയിൽ പറയുന്ന, ഫിസിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, മനുഷ്യന്റെ ശരീരഘടനയെ കുറിച്ചാണ് പറയുന്നത്. ബ്രെയിനിനെ കുറിച്ചും ഹോർമോണിനെ കുറിച്ചും നെർവസ് സിസ്റ്റത്തെ കുറിച്ചും അതുപോലെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഫിസിയോളജിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സെൻസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഫിസിയോളജിയുടെ ഭാഗമാണ്, അത് സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ജെനറ്റിക്സ് അത് ബയോളജിയുടെ ഭാഗമാണ്. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ട് നമുക്ക് അച്ഛനിൽ നമ്മയിൽ നിന്നോ സ്പേമിലൂടെ മേഖലയോടെ ജെനറ്റിക് ആയിട്ട് നമുക്ക് കൈമാറ്റം ചെയ്യുന്ന പല ഘടകങ്ങളും, അതിൽ പറയുന്ന പല കാര്യങ്ങളും സൈക്കോളജിയിൽ ആവശ്യമുണ്ട്. ചില മാനസിക രോഗങ്ങള്, ചില പ്രയാസങ്ങള്, ചില ബുദ്ധിമുട്ടുകള്, അതൊക്കെ പാരമ്പര്യമായി കിട്ടുന്നതാണ് നമ്മൾ പറയാം, അത് ജെനറ്റിക് ആണെന്ന് പറയും. ആ കുട്ടി എന്താ ഭയങ്കര ചൂടാണത്, അത് വാപ്പാന്റെ കാര്യമാണ്, ജെനറ്റിക്സ്. അല്ലെങ്കിൽ അതെന്താ അങ്ങനെ തണുത്തിരിക്കുന്നത്, അത് ഉമ്മാന്റെ കാര്യമാണ്, ജെനറ്റിക്. അതുപോലെ തന്നെ മെഡിസിൻ, മെഡിക്കൽ സയൻസിൽ ഉണ്ടായിരുന്ന പുരോഗതി സൈക്കോളജിയിൽ സഹായകമായിട്ടുണ്ട്. അപ്പോ മാനസിക രോഗങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തി അതിനു മരുന്നുകൾ കണ്ടെത്തി. ഭയങ്കര സൈക്കോട്ടിക്കായ അല്ലെങ്കിൽ ന്യൂറോട്ടിക്കായ ആൾക്കാർക്ക്, ഭയങ്കര ഡിപ്രസീവ് ആയ ആൾക്കാർക്ക് മെഡിസിൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ എന്താവും, ആന്റി ഡിപ്രസീവ് മെഡിസിൻ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ എന്താ പറയാ, ആകെ തണുത്തിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ മെഡിസിനിലെ മേഖലയിലെ വളർച്ചയും സൈക്കോളജി ന്യൂറോളജിയിലും തന്നെ, ന്യൂറോണുകളെ കുറിച്ചുള്ള ന്യൂറോ ഫിസിക്സ്, ന്യൂറോ സൈക്കോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ അപ്പോ ഈ സയൻസുകളൊക്കെ സൈക്കോളജിയുടെ ഡെവലപ്മെന്റിൽ, സൈക്കോളജിയിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ സൈക്കോളജി കാരണം സോഷ്യോളജിയിലും ആന്ത്രോപോളജിയിലും എക്കണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും മാനേജ്മെന്റ് സ്റ്റഡീസിലും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതായത് സൈക്കോളജിയിലെ പല കോൺസെപ്റ്റുകളും സൈക്കോളജിയിലെ പല തിയറീസും ഈ പറഞ്ഞ സോഷ്യോളജി, ആന്ത്രോപോളജി ഇവർ കടമെടുക്കാറുണ്ട്, എക്കണോമിക്സിൽ കടമെടുക്കാറുണ്ട്, പൊളിറ്റിക്കൽ സയൻസിലും. അറിയാലോ, പൊളിറ്റിക്കൽ സയൻസ് എന്ന അധികാരങ്ങളെ കുറിച്ചാണ്, എങ്ങനെ ജനങ്ങളുടെ അധികാരം സ്ഥാപിക്കാം. അപ്പോൾ ലീഡർഷിപ്പിനെ കുറിച്ച് അവിടെ പറയും, എങ്ങനെയാണ് ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത്, സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. ലീഡർമാരെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. പൊളിറ്റീഷ്യൻസ് അങ്ങനെയല്ലേ, രാഷ്ട്രീയമായിട്ട് അങ്ങനെയാണ് വരുന്നത്. മാനേജ്മെന്റ് സ്റ്റഡീസ്, മാനേജ്മെന്റ് ക്വാളിറ്റീസ് വർദ്ധിപ്പിക്കേണ്ട, അല്ലെങ്കിൽ മാനേജർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി സൈക്കോളജി പറയുന്നുണ്ട്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ സൈക്കോളജി പഠിക്കണം. അപ്പോൾ സൈക്കോളജിയിലെ പല തിയറികളും ഈ പറഞ്ഞ വിഷയങ്ങളുടെ ഡെവലപ്മെന്റ് സഹായകമായിട്ടുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ ഫിസിയോളജിയിലെയും ജെനറ്റിക്കിലെയും മെഡിസിനിലെയും ന്യൂറോളജിയിലെയും പല പഠനങ്ങളും സൈക്കോളജിയുടെ ഡെവലപ്മെന്റ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകമാണ്. ശരിക്കും പറഞ്ഞാൽ നോ സയൻസ് ക്യാൻ ഡെവലപ്പ് ഇൻഡിപെൻഡന്റ്ലി. നമുക്കറിയാം, ഒരു സയൻസും
സ്വമേധയ ഒറ്റയ്ക്ക് വളരില്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളിപ്പോൾ അയൽവാസികൾക്ക് സഹായിക്കുന്ന പോലെ അയൽവാസികൾ നമ്മളെ സഹായിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അങ്ങനെ പറഞ്ഞാൽ ഡിഫറെന്റ് സയന്റിഫിക് ഫീൽഡ്സ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ ഫൈൻഡിങ് ഓഫ് ദർ. അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ ഡെവലപ്മെന്റ് വരുന്നത് മറ്റൊന്ന് കുറച്ച് കണ്ടെടുത്തിട്ടാണ്. അവിടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കും, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മറ്റോടത്ത് ഉപയോഗിക്കും. പരസ്പര ബന്ധിതമാണ് ഈ സയൻസുകൾ മുഴുവൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫിസിയോളജി എന്ന് പറഞ്ഞ സാധനം, അത് ശരിക്കും ബ്രെയിനിനെ കുറിച്ചും നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനാണ് ഉപയോഗിക്കുന്നത്. ജെനറ്റിക്സോ ഹെറിഡിറ്ററിയെ കുറിച്ചും ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കാൻ ഉപയോഗിക്കുന്നത്. മെഡിസിനോ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. സൈക്കോളജിയോ ലീഡർഷിപ്പ് മോട്ടിവേഷൻ സോഷ്യൽ ബിഹേവിയറിന് പഠിക്കുന്നു. സോഷ്യോളജി ആന്ത്രപ്പോളജി. അപ്പൊ ഇത് അതിനും അത് ഇതിനൊക്കെ പരസ്പരം സഹായിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാരണമായി പരസ്പരം വളരാൻ സഹായിക്കുന്ന ആ ഒരു പ്രതിഭാസത്തിന്റെ പേരാണ് ട്രാൻസാക്ഷണലിസം. എന്താ പേര്? ട്രാൻസാക്ഷണലിസം. ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുന്നും, അവിടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇവിടുന്നും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശയ കൈമാറ്റം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് ഒരുപോലെ വളരുന്ന ഒരു സംവിധാനം. അപ്പൊ ഈ സയൻസ് അതിനെയും ആ സയൻസ് ഇതിനെയും പരസ്പരം സഹായിച്ച് രണ്ട് സയൻസും ഒപ്പം വളരുന്ന, അല്ലെങ്കിൽ ഒരു സയൻസ് മറ്റൊരു സയൻസിന്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ആ ഒരു പ്രോസസ്, ആ ഒരു പ്രതിഭാസം, ആ ഫിനോമിന, ഇതിനെയാണ് ട്രാൻസാക്ഷനിസം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ജോയിന്റ് പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച്. രണ്ടിലെയും പ്രശ്നം പരിഹരിക്കാൻ ഒരു സോൾവിംഗ് പ്രോബ്ലം. സയന്റിസ്റ്റ് ഫ്രം മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ കൊളാബറേറ്റ്. ഈ സയൻസിലെയും ആ സയൻസിലെയും ശാസ്ത്രജ്ഞന്മാർ പരസ്പരം സഹകരിക്കുന്നു. ഇപ്പൊ ന്യൂട്ടന്റെ ചില തിയറികൾ അത് സൈക്കോളജിയിൽ ഉപയോഗിക്കാൻ പറ്റും. സൈക്കോളജിയിലെ ചില കോൺസെപ്റ്റുകൾ അത് ബയോളജിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിനെയാണ് അങ്ങനെ പറഞ്ഞാൽ ഫോക്കസ് ഓൺ കോംപ്ലക്സ് ആൻഡ് ലാർജ് സ്കെയിൽ പ്രോബ്ലംസ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് പകരം ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഉദാഹരണം, കോവിഡ് വന്നു. കൊറോണ വൈറസ് വന്ന് ആകെ ലോകം മുഴുവൻ ലോക്കായി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ പറ്റാതെയായി. അത് ചെറിയൊരു കാരണം കൊണ്ട് പരക്കുന്നു. അത് കാറ്റ് കണക്കെ പടർന്നു പന്തലിച്ച് ജനങ്ങളെ കൊല്ലുന്നു എന്നൊരവസ്ഥ എത്തിയപ്പോ മെഡിസിനാണ് ഇവിടെ സഹായിക്കേണ്ടത്. ശരിയാണ്, മരുന്ന് കൊടുത്ത് കുറെയൊക്കെ കൺട്രോൾ ചെയ്തു. പക്ഷേ മരുന്ന് മാത്രം പോരാ. ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ മരണപ്പെട്ടതിന്റെ പേരിൽ പല ആൾക്കാരും ഡിപ്രസീവ് രോഗികളായി, ഒറ്റപ്പെട്ട് ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ പല ആൾക്കാർ തൂങ്ങി മരിക്കുക. അങ്ങനെ അപ്പോൾ മാനസിക പ്രയാസങ്ങൾ വന്നു. ഇവിടെ സൈക്കോളജിക്ക് ഇടപെടാൻ പറ്റും. അപ്പൊ കോവിഡിനാനന്തരം വന്ന കുടുംബ ബന്ധങ്ങള്, മറ്റുള്ളവർക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, കാണുന്നില്ല നിങ്ങൾക്ക്? എനിക്ക് സ്ക്രീന് ഷെയർഡ് ആണ്. ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യും. ഇപ്പോ കാണുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോ ലാർജ് സ്കെയിൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഈ സൈക്കോളജി കാരണമായിട്ടുണ്ട്. മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര വിജ്ഞാന വിനിമയ കൈമാറ്റത്തിന് സഹായം. ഇതിനെയാണ് ട്രാൻസാക്ഷണലിസം എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ഡിസിപ്ലിൻ ഇൻസഫിഷ്യന്റ് ഫോർ ഗ്ലോബൽ പ്രോബ്ലംസ്. വെറും മെഡിസിൻ കാരണം, മെഡിസിൻ കൊണ്ട് കൊറോണ സമയത്ത്, കോവിഡ് സമയത്തുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോ ഒരു യുദ്ധം നടക്കുകയാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ. അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോ ഫലസ്തീനിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ, ഇവിടെയൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ വെറും മരുന്നോ കാശോ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അവിടെയുള്ള മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാവും. അവിടെ സൈക്കോളജിസ്റ്റിന്, കൗൺസിലേഴ്സിന് റോൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയാം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ ഒരു പ്രകൃതിയിലുള്ള പ്രശ്നമാണ്. അതൊന്നെങ്കിൽ വനം നശിപ്പിച്ച കാരണമാണ്, അതല്ലെങ്കിൽ ഇതുകൊണ്ടാണ്. ശരിയാണ്. അതോടൊപ്പം തന്നെ അത് കാരണം മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കും. അവിടെ സൈക്കോളജിക്ക് ചില റോളുകൾ കൊടുക്കാണ്ടാവും. അതാണ് എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു സബ്ജക്ട് പഠിക്കുന്നത്. എന്തിനാണ് സൈക്കോളജിയിൽ പഠിക്കുന്നത്? അതൊന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാല് റിക്വയേഴ്സ് കമ്പൈൻഡ് സയന്റിഫിക് ഇഫോർട്ട്. മനുഷ്യന്റെ സകലമായ പ്രശ്നങ്ങളും പരിഹരിക്കാൻ എല്ലാ സയൻസുകളും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് വളരാൻ സാധിക്കുക. അങ്ങനെ സൈക്കോളജി മറ്റു സബ്ജക്റ്റുകൾ സൈക്കോളജിയെയും സഹായിക്കുന്നു എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിന്, അല്ലെങ്കിൽ പ്രതിഭാസത്തിന് നമ്മൾ എന്ത് പറയാം?
ട്രാൻസാക്ഷണലിസം എന്ന് പറയാം. അങ്ങനെ ട്രാൻസാക്ഷണലിസം ഉണ്ടായപ്പോ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് എന്താ ഉണ്ടായത്? പുതിയ സബ്ജക്റ്റുകൾ ഉണ്ടായി. ഏതുപോലെ ബയോഫിസിക്സ്, ബയോളജി പ്ലസ് ഫിസിക്സ്, ബയോഫിസിക്സ്, ബയോകെമിസ്ട്രി, ബയോളജി പ്ലസ് കെമിസ്ട്രി, ജിയോളജി പ്ലസ് ഫിസിക്സ്, ജിയോഫിസിക്സ്. ഇതിപ്പോ ഒരു സയൻസ് മറ്റൊരു സയൻസിനെ സഹായിച്ച് പുതിയതുണ്ടായതാണ്. ഇതേ രൂപത്തിൽ തന്നെയാണ് സയൻസ് വരുന്നത്. അങ്ങനെയാണ് എമർജൻസ് ഓഫ് ന്യൂ ഡിസിപ്ലിനറി ഫീൽഡ് വരുന്നത്. ഉദാഹരണം അത് ഇപ്പോ ബയോസൈക്കോളജി, ബയോളജി പ്ലസ് സൈക്കോളജിയാണ് ബയോസൈക്കോളജി. അതായത് മനുഷ്യന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു. അങ്ങനെ ട്രാൻസാക്ഷൻസ് ഉണ്ടായത് കൊണ്ട് ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ആൻഡ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, ഈ മനുഷ്യൻ ജീവിക്കുന്ന ചുറ്റുപാടിലെയും വിഷയങ്ങളെ വിശദമായി പഠിക്കാൻ നമ്മൾക്ക് സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുകയും റിസർച്ചുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്, റിസർച്ചിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്. സൈക്കോളജിയെ നമുക്ക് രണ്ടായി തിരിക്കാം. പൊതുവെ എല്ലാ സയൻസും രണ്ടായി തിരിയുന്ന പോലെ സൈക്കോളജിയും. ഒന്ന് ബേസിക് സയൻസ് അഥവാ അക്കാഡമിക് സയൻസ്. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. ബ്രാഞ്ചസ് ഓഫ് സൈക്കോളജി എന്നുള്ള ആ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവങ്ങളെ കുറിച്ചും മനുഷ്യന്റെ മാനസിക വ്യവസ്ഥകളെ കുറിച്ചും പഠിക്കാനുള്ളതാണല്ലോ. അത് രണ്ടായി തിരിക്കാം, ബേസിക് അല്ലെങ്കിൽ അക്കാഡമിക് സയൻസ്. അപ്പോൾ ബേസിക് സൈക്കോളജി, അക്കാഡമിക് സൈക്കോളജി എന്ന് പറയും. രണ്ടാമത്തത് അപ്ലൈഡ് സൈക്കോളജി. അപ്പൊ ഏത് സയൻസും രണ്ടെണ്ണമാണ്. ബേസിക് സയൻസ് ഉണ്ട് അഥവാ അക്കാഡമിക് സയൻസ് ഉണ്ട്, അതുപോലെ അപ്ലൈഡ് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജി. ഇനി ബേസിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നമ്മൾ പഠിക്കുക വെച്ചാല് മനുഷ്യന്റെ പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് റിസർച്ച് ചെയ്ത് പലതും കണ്ടെത്തും. യൂണിവേഴ്സിറ്റി തലത്തിൽ റിസർച്ച് സെന്ററുകളിലൊക്കെ നടക്കുന്നതാണ്. അതാണ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, കോളേജുകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ പല ആൾക്കാരും പഠനം നടത്തിയിട്ട് റിസർച്ച് ചെയ്ത് പുതിയ പുതിയ കോൺസെപ്റ്റുകളും തിയറികളും ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് അക്കാഡമിക് സയൻസ്. അതാണ് നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിപ്പിക്കുന്നത്. എക്കണോമിക്സ് ആട്ടെ, പൊളിറ്റിക്സ് ആട്ടെ, ആന്ത്രോപോളജി ആട്ടെ, ഹിസ്റ്ററി ആട്ടെ, ജോഗ്രഫി ആട്ടെ, അതൊക്കെ ബേസിക് ആണ്, അക്കാഡമിക് സയൻസ് ആണ്. അതേ മനുഷ്യന്റെ ക്യൂരിയോസിറ്റി ഉണ്ടാകുക, ഒരു പ്രശ്നം എന്തുകൊണ്ട് അതുണ്ടായി, എന്തേ ഇത് ഇങ്ങനെ കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പുതിയ പുതിയ കണ്ടെത്തല്. ഫിസിക്സിലൊക്കെ അങ്ങനെ വരുന്നത്. ഇവിടെ സീക്സ് ഫണ്ടമെന്റൽ നോളജ്, അടിസ്ഥാനപരമായ അന്വേഷണം നടത്തിയിട്ട് അടിസ്ഥാനപരമായ പുതിയ വിവരങ്ങൾ കണ്ടെത്തുകയാണ് ബേസിക് സയൻസിൽ ഉണ്ടാകുന്നത്. ഇത് ഒരു പ്രാക്ടിക്കൽ യൂസിനുള്ളതല്ല, പുതിയ തിയറികളെ പറയുന്നുള്ളൂ. അത് യൂസ് ചെയ്ത് പരിഹരിക്കുമ്പോഴേക്കും എന്താവും? അപ്ലൈഡ് സയൻസ് ആവും. ഇപ്പൊ ഉദാഹരണം ന്യൂട്ടൺസ് ക്യൂരിയോസിറ്റി അല്ലെ. ന്യൂട്ടൺ ഒരിക്കൽ ഇരിക്കുന്ന സമയത്ത് തലയിൽ ആപ്പിൾ വീണു പോയി. അപ്പൊ അയാൾ എടുത്തു തിന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് വീണു? അങ്ങനെ അതെന്തായി? ഒരു ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഭാഗമായിട്ട് അന്വേഷിച്ച് പുതിയ പുതിയ കോൺസെപ്റ്റുകളും തിയറികളും ഡെവലപ്പ് ചെയ്യുന്ന അങ്ങനെ ഒരു ഭാഗമുണ്ട്. അതാണ് ബേസിക് അക്കാഡമിക് സയൻസ് എന്ന് പറയുന്നത്. അത് സൈക്കോളജിയിലുണ്ട്. എന്നാൽ അതിന്റെ മറ്റൊരു വശമുണ്ട്, അപ്ലൈഡ്. തിയറികൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ തിയറി ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് അപ്ലൈ ചെയ്യാം, ലാബിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ. അതായത് അവിടെ റിസർച്ച് ചെയ്ത് കണ്ടെത്തി കോളേജിൽ നിന്ന് പഠിക്കുന്ന തിയറികളെ ബേസിക് നോളജ് റിയൽ ലൈഫ് പ്രോബ്ലം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത്. അത് ഫിസിക്സിലുണ്ട് ആപ്ലിക്കേഷൻ. ഇപ്പൊ ന്യൂട്ടന്റെ പല തിയറികളും നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് ഫിസിക്സിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്. വിമാനങ്ങളാകട്ടെ, വാഹനങ്ങളാകട്ടെ, എയറോപ്ലെയിൻ, അങ്ങനെ ഇതെല്ലാ സാധനവും ശാസ്ത്രം എന്തെല്ലാം കണ്ടെത്തുന്നു അത് പല തിയറികളും ബേസ് ചെയ്ത്. അപ്പോൾ തിയറിറ്റിക്കൽ പഠനം അക്കാഡമിക്, അതിന്റെ ആപ്ലിക്കേഷൻ വരുമ്പോൾ അപ്ലൈഡ് സയൻസ്, അത് സൈക്കോളജിയിലുണ്ട്. പ്രാക്ടിക്കലിന്റെ പ്രോബ്ലം ഓറിയന്റഡ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? തിയറി അല്ല പഠിക്കുക, കുറച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുക. അത് ഇങ്ങനെ ആവുമ്പോൾ അങ്ങനെ, അപ്പൊ ഇങ്ങനെ ഡിപ്പെൻഡ് ഓൺ ദി തിയറീസ് ഫ്രം ദ ബേസിക് റിസർച്ച്. ബേസിക് റിസർച്ചിലുള്ള പല തിയറികളെയും കടമെടുത്ത് അതിന് പരിഹാരമായിട്ട് അത് പ്രാക്ടിക്കലി പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്ന ആ രീതിയാണ് അപ്ലൈഡ് സയൻസ്. ഉദാഹരണം എഞ്ചിനീയറിംഗ്, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജിക്ക് ഉദാഹരണമാണ്. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മാനസിക പ്രയാസങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും പരിഹാരമായി കാണുന്ന ഒരു സൈക്കോളജിയാണ്. അപ്പോ സ്കിസോഫ്രീനിയ ആകാം, ബൈപ്പോളർ ആകാം, അതിൽ ഡിപ്രഷൻ ആകാം, പാരനോയിഡ് ആകാം, സ്കീസോയിഡ് ആകാം, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടാകും. ന്യൂറോട്ടിക് ഉണ്ടാകാം, സൈക്കോട്ടിക് ഉണ്ടാകാം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിക്കുന്നത് സൈക്കോളജിയിലെ പല പല ആശയങ്ങളാണ്. അതൊക്കെ പല തിയറിയിൽ നിന്നും കടമെടുക്കുന്നതായിരിക്കും. അപ്പോൾ ബിഹേവിയറിസം എന്നൊരു തിയറി ഉണ്ട്, അതിന് കടമെടുത്ത കുറെ സാധനങ്ങൾ, അത് അപ്ലൈഡ് സൈക്കോളജി. അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്നൊരു തിയറി ഉണ്ട്, കൊഗ്നിറ്റീവിസം.
അതല്ലെങ്കിൽ ജസ്റ്റാൾട്ട്, അതുമല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക്, സൈക്കോ അനലിറ്റിക്, ഇതൊക്കെ ഓരോ തിയറിയാണ്. ഫ്രോയിഡ് പറഞ്ഞ തിയറി ആകാം, അല്ലെങ്കിൽ ഓരോരുത്തരും പറഞ്ഞ ആ തിയറി ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് CBT എന്ന ടെക്നിക്ക്, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അപ്പൊ അപ്ലൈഡ് ആയി. അപ്പോ ക്ലിനിക്കൽ സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇതൊക്കെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിൾ സൈക്കോളജിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോ ഏത് സയൻസും രണ്ടെണ്ണം ഉണ്ട്: ബേസിക്, അക്കാഡമിക്, അപ്ലൈഡ്. ബേസിക് അക്കാഡമി സൈക്കോളജിയിലുണ്ട്, അതുപോലെ തന്നെ അപ്ലൈഡ് സൈക്കോളജിയിലുണ്ട്. ഇങ്ങനെ നമുക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ബേസിക്കും അപ്ലൈഡും തമ്മിലുള്ള ബന്ധം, അതായത് ഇത് രണ്ടും കൃത്യമായിട്ട് രാത്രിയും പകലുമായിട്ട് വേർതിരിക്കാനും പറ്റില്ല. വൈകുന്നേരത്തെ മാതിരി പകല് രാത്രി കൂടി ചേർന്ന മാതിരി, അല്ലെങ്കിൽ നേരം വെളുക്കുന്ന പോലെയാണ്. രാത്രിയാണോ വെച്ചാൽ രാത്രിയാണ്, പകല. ഇതൊരു ബേസിക്കും അപ്ലൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെട്ട് വെട്ടി രണ്ട് കഷ്ണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല, പരസ്പര ബന്ധിതമാണ്. അതായത് ബേസിക് റിസർച്ചിലൂടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു, അപ്ലൈഡ് റിസർച്ചിലൂടെ പുതിയ തിയറികൾ അഥവാ ബേസിക് റിസർച്ചുകൾ ഉണ്ടാകുന്നു, ബേസിക് ഇത് ഉണ്ടാകുന്നു. അങ്ങനെ പറഞ്ഞാൽ ഇത് അങ്ങോട്ടും അത് ഇങ്ങോട്ടും. ഇവിടെ നിന്ന് നമ്മൾ പല തിയറികൾ ഉപയോഗിച്ചിട്ട് അത് അപ്ലൈ ചെയ്ത് പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുവരുമ്പോൾ പുതിയ പ്രശ്നം ഉണ്ടാവും, അപ്പൊ പുതിയ തിയറി ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതിന് നമ്മൾ പരിഹാരം കണ്ടുവരുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാകും. ഇങ്ങനെ 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 ആണ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പോ സയൻസിനെ രണ്ടായി തിരിച്ചു: ബേസിക് അഥവാ അക്കാഡമിക്, മറ്റൊന്ന് അപ്ലൈഡ്. അതേ രൂപത്തിൽ സൈക്കോളജി ഉണ്ട്, ബേസിക് ഉണ്ട് അഥവാ അക്കാഡമിക് ഉണ്ട്, പിന്നെ അപ്ലൈഡ് ഉണ്ട് പറഞ്ഞു. ഇനി നമ്മൾ വേറെ രീതിയിൽ സൈക്കോളജിയെ തരംതിരിക്കുകയാണ്. ഇത് പല രീതിയിൽ തിരിക്കുന്നുണ്ട്, നിങ്ങൾ പുസ്തകം വായിക്കും മനസ്സിലാവും. എന്നാലും മനസ്സിലാക്കുക, ബേസിക് ആൻഡ് അപ്ലൈഡ് എന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. ഇനി പഠിക്കുന്നത് എങ്ങനെയാണ്, സൈക്കോളജി ഏതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഏത് ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന രീതിയിൽ രണ്ടായി തിരിക്കുക സൈക്കോളജി. പരമേശ്വരൻ ബീന ഇന്ത്യൻ സൈക്കോളജിസ്റ്റ് ആണ് കേട്ടോ. 1988 ഇന്ത്യൻ സൈക്കോളജികളായ പരമേശ്വരൻ ആൻഡ് ബീന അവർ രണ്ടുപേരും പറയുന്നത് വെച്ചാല്, പഠനം ഏത് രീതിയിൽ എവിടെ ഫോക്കസ് ചെയ്യുന്നു, സൈക്കോളജിയിലെ പഠനം എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന രീതിയിൽ സൈക്കോളജിയെ രണ്ടായി തിരിക്കാം. ഒന്ന് ജനറൽ സൈക്കോളജി, രണ്ട് ഡിഫറൻഷ്യൽ സൈക്കോളജി. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ബേസിക് സൈക്കോളജി, അപ്ലൈഡ് സൈക്കോളജി. ബേസിക് എന്ന് പറയുമ്പോൾ തിയറികൾ ഡെവലപ്പ് ചെയ്യുന്നു, ആശയങ്ങൾ കണ്ടെത്തുന്നു. അപ്ലൈഡ് എന്ന് പറയുമ്പോൾ ആ തിയറി, ആ ആശയങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കണ്ടെത്തുന്നു. രണ്ടാമത്തത് പരമേശ്വരൻ ബീന ഇവരുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഇവർ പറഞ്ഞ് സൈക്കോളജി രണ്ടെണ്ണമുണ്ട്: ജനറൽ സൈക്കോളജി, ഡിഫറൻഷ്യൽ സൈക്കോളജി. ക്ലിയർ ആവുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി ഡിഫറൻഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ സൈക്കോളജി, ഡിഫറൻഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൽ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നാണല്ലോ. ഡിഫറൻറ്റ് പറഞ്ഞാൽ വ്യത്യസ്തമായതെന്നല്ലേ, അതാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് പഠിക്കുക. ഉദാഹരണം, ഒരു വീട്ടില് 5 കുട്ടികൾ എന്ന് വിചാരിക്കുക. ഈ 5 കുട്ടികളും 5 രൂപത്തിലായിരിക്കും പെരുമാറുന്നത്. ഒരാൾ വാപ്പാന്റെ മാതിരിയായിരിക്കും, മറ്റാൾ ഉമ്മാന്റെ മാതിരിയായിരിക്കും, വേറൊന്ന് വല്യമ്മാന്റെ രൂപത്തിലായിരിക്കും, വേറെ ആ കുടുംബത്തിൽ ഒരാളെയും പോലെ. എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? ഒരു കുട്ടിയെ നമ്മൾ വേറൊരു നാട്ടിൽ അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിൽ കൊണ്ടേ പഠിപ്പിച്ച് വളർത്തി വരുമ്പോഴേക്കും അവന്റെ സ്വഭാവം കൾച്ചറും മാറും. എന്തുകൊണ്ട് ഇത് മാറുന്നു? അപ്പോ ഓരോ വ്യക്തികളും വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾ തന്നെ പല സമയങ്ങളിലും പല രീതിയിൽ പെരുമാറുന്നു, അതെന്തുകൊണ്ട്? ഇങ്ങനെ വ്യക്തികളുടെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഓരോ വ്യക്തിയിലുള്ള വ്യത്യാസങ്ങൾ, പ്ലസ് ഒരു വ്യക്തി തന്നെ പല സമയത്തും പല രൂപത്തിൽ പെരുമാറാൻ കാരണം എന്തായിരിക്കും എന്നൊക്കെ പഠിക്കുമ്പോൾ എന്താണ് ഇൻഡിവിജ്വൽ സൈക്കോളജി, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി, ഇതൊക്കെ ആയിരിക്കും പഠിക്കുക. അങ്ങനെ പറഞ്ഞാൽ വൈ ഹീസ് ഇന്റലിജന്റ് ദാൻ ദിസ്, അയാൾ എന്തുകൊണ്ട് മറ്റയാളെക്കാൾ ഇന്റലിജന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു, എന്തുകൊണ്ട് അയാളുടെ പേഴ്സണാലിറ്റി മറ്റേ ആളെക്കാൾ ബെറ്റർ ആയിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ആപ്റ്റിറ്റ്യൂഡാണ് ആ വ്യക്തിയിൽ ഉള്ളത്, എന്ത് എബിലിറ്റി. അപ്പൊ ഇങ്ങനെ ഓരോ വ്യക്തിയിലുമുള്ള ചില ഘടകങ്ങളാണിത്. ആപ്റ്റിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾ പഠിക്കും, പേഴ്സണാലിറ്റി എന്താന്ന് പഠിക്കും, ഇന്റലിജൻസ് എന്താന്ന് പഠിക്കും, എബിലിറ്റി എന്താന്നൊക്കെ പഠിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന കോൺസെപ്റ്റുകളാണ്. ഇങ്ങനെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ എന്ത് പറയുന്നു? ആ ഇൻഡിവിജ്വൽ സൈക്കോളജി അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? പല മെഷർമെന്റുകളും പല അസസ്മെന്റ് ഉപയോഗിക്കും. ഇപ്പൊ ഇന്റലിജൻസ് അളക്കാൻ ഒരു ടൂൾ ഉണ്ട്. ഇന്റലിജൻസ് അളക്കാൻ ഇപ്പൊ നമ്മൾ പനി അളക്കാറല്ലേ, ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ പരിശോധിച്ചിട്ട് അത്ര ഉണ്ടെന്ന് പറയും. ഈ രക്തം വളർന്നിട്ട് ഇത്രയാണ്, പ്രഷർ ഇത്രയാണ്, ഇത് ഷുഗർ ഉള്ളതെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്റലിജൻസ് ഇത്രയുണ്ട്, ആള് പൊട്ടനാണ്, അല്ലെങ്കിൽ നല്ല ബുദ്ധിമാനാണ്, അല്ലെങ്കിൽ ഇവന്റെ ആപ്റ്റിറ്റ്യൂഡ് ഇതാണ്
SLC കഴിഞ്ഞാൽ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താറുണ്ടാവും, പേഴ്സണാലിറ്റി അളക്കാറുണ്ട്, പേഴ്സണാലിറ്റിന്റെ കുറെ ടൂളുകളുണ്ട് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇങ്ങനെ ഓരോന്നും അളന്ന് തിട്ടപ്പെടുത്തി വ്യക്തികളെ തരംതിരിച്ച് വ്യക്തികളുടെ വ്യത്യാസ വിധങ്ങളൊക്കെ തരംതിരിക്കുന്ന ആ ഭാഗമാണ് ഡിഫറൻഷ്യൽ സൈക്കോളജി. എന്നാൽ ജനറൽ സൈക്കോളജി പറഞ്ഞാലോ അത് പൊതുവായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. ഒരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിലേക്കല്ല നോക്കുക, പിന്നെ ജനറൽ കാര്യങ്ങൾ, മൊത്തത്തിൽ മനുഷ്യരെ കുറിച്ച്, മൊത്തത്തിൽ മനുഷ്യരെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പോൾ ജനറൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആ സൈക്കോളജി ജനറൽ സൈക്കോളജി എന്നും, ഓരോ വ്യക്തിയിലെയും ഇൻഡിവിജ്വൽ ആസ്പെക്ട് ചർച്ച ചെയ്യുമ്പോൾ അത് ഇൻഡിവിജ്വൽ സൈക്കോളജി. ഇങ്ങനെ രണ്ട് സൈക്കോളജി ഉണ്ട് എന്ന് ആര് പറഞ്ഞു? പരമേശ്വരൻ ആൻഡ് മീന പറഞ്ഞു. ജനറൽ സൈക്കോളജി സ്റ്റഡീസ് ജനറൽ ലോസ് ഓഫ് ബിഹേവിയർ, പൊതു നിയമങ്ങള്. ഫോക്കസ് ഓൺ സിമിലാരിറ്റി അമൻ ഇൻഡിവിജ്വൽ, വ്യക്തികൾക്കിടയിൽ എന്തുകൊണ്ട് ഇന്ത്യൻ സമൂഹവും യൂറോപ്യൻ സമൂഹവും തമ്മിലുള്ള സാമീപ്യം എന്തൊക്കെയാണ്? വ്യത്യാസം പഠിക്കുമ്പോൾ ഡിഫറൻഷ്യൽ ആയി അല്ലെ? കേരളത്തിലെ ഒരു മതസമൂഹവും മറ്റൊരു സമൂഹവും തമ്മിൽ എത്രമാത്രം അടുപ്പമുണ്ട്, ഈ അടുപ്പങ്ങൾ എന്തുകൊണ്ട് ഇവർ ഈ രീതിയിൽ അടുത്ത് പെരുമാറും, അങ്ങനെ സിമിലാരിറ്റി ചർച്ച ചെയ്യുന്നത്. കണക്റ്റഡ് മെയിൻലി വിത്ത് നോർമൽ അഡൽട്സ്, സാധാ ജനങ്ങളെ കുറിച്ച് നമ്മളെ കുറിച്ചൊക്കെ ഉള്ള പഠനമാണെങ്കിൽ അത് ജനറൽ സൈക്കോളജിയാണ്. എന്നാൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരെ കുറിച്ച് ആയിട്ടുള്ളവരെ കുറിച്ച് പഠിക്കുമ്പോൾ ഡിഫറൻറ്റ് സൈക്കോളജിയാണ്. ഉദാഹരണം, പഠനത്തിൽ കുറച്ച് വൈകല്യമുള്ള പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടി, എന്തുകൊണ്ട് അവൻ ഇങ്ങനെ പിന്നാക്കം നിൽക്കുന്നു, അവനെ സ്പെസിഫിക് ആയി പഠിച്ച് കണ്ടെത്തുമ്പോൾ അതിന്റെ കാരണം ഇതാണ് ഇങ്ങനെ പഠിക്കുമ്പോൾ ഡിഫറൻഷ്യൽ സൈക്കോളജി. എന്നാൽ മൊത്തത്തിൽ ഒരു ക്ലാസ്സിനെ, ഒരു സ്കൂളിനെ അല്ലെങ്കിൽ ഒരു നാടിനെ മൊത്തം പഠിക്കുമ്പോൾ അത് ജനറൽ സൈക്കോളജി. ഇവിടെ എന്താ വെച്ചാൽ മറ്റു ബ്രാഞ്ചുകൾക്കുള്ള ഫൗണ്ടേഷൻ. അപ്പൊ ഇതൊരു പെരിഫറൽ സാധനമാണ്, അല്ലെങ്കിൽ ജനറൽ സാധനമാണ്. ഇതിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് സ്പെസിഫിക് ആയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഡിഫറൻറ്റ് സൈക്കോളജി ആവുന്നു. അപ്പോ സൈക്കോളജി നമ്മൾ ഡിവൈഡ് ചെയ്തു, സ്കോപ്പാണ് പറയുന്നത്. ഡിവൈഡ് ചെയ്ത് ആദ്യം രണ്ടാക്കി, അപ്ലൈഡ് ആൻഡ് ബേസിക്, അക്കാഡമിക്. പിന്നെ രണ്ടായിട്ട് വേറെ രീതിയിൽ ഫോക്കസ് എവിടെയൊക്കെ നോക്കിയിട്ട് രണ്ടാക്കി, ജനറൽ സൈക്കോളജി, ഡിഫറൻഷ്യൽ സൈക്കോളജി. ഇനി സൈക്കോളജി ആയാലും മറ്റു സയൻസുകളായിരുന്നാലും ആദ്യഘട്ടത്തിൽ രണ്ട് ഭാഗമായിട്ട്, രണ്ട് രീതിയിലാണ് കണ്ടിരുന്നത്. ഏർലി ഡിവിഷൻ ഓഫ് സൈക്കോളജി. ഇതൊക്കെ പുസ്തകത്തിൽ അതേ രൂപത്തിൽ പാറ്റേണിൽ ഫോളോ ചെയ്തോട്ടോ. പുസ്തകത്തിൽ കുറെ ഉണ്ട്, അതിന്റെ പോയിന്റുകൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യാണ്, ഇതൊന്നും വിട്ടുപോരുത്. സൈക്കോളജിയെ ഡിവൈഡ് ചെയ്തപ്പോ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞത്, ഒന്ന് എക്സ്പെരിമെന്റൽ സൈക്കോളജി, മറ്റൊന്ന് നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജി. സൈക്കോളജി എങ്ങനെയായിരുന്നു? എക്സ്പെരിമെന്റ് നടത്തിയിട്ട് എക്സ്പെരിമെന്റിലൂടെ തിയറികൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സൈക്കോളജി. മറ്റൊന്ന് അങ്ങനെ എക്സ്പെരിമെന്റ് ഒന്നും നടത്തുന്നില്ല, ഡയറക്റ്റ് തിയറി ഡെവലപ്പ് ചെയ്യുന്നു, അക്കാഡമിക്കിന്റെ കാര്യമാണ്. അപ്പോൾ എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള സൈക്കോളജി ഉണ്ട്. ഇനി എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ അതിൽ കാര്യമായി ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ പ്രോസസ് ഓഫ് ബിഹേവിയർ, മനുഷ്യന്റെ പെരുമാറ്റത്തിലെ ഫണ്ടമെന്റൽ, ആധികാരികമായ അടിസ്ഥാനപരമായ ഘടകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. അവിടെ ആ അടിസ്ഥാനപരമായ ഘടകങ്ങൾ പഠിക്കണമെങ്കിൽ എന്താ? എക്സ്പെരിമെന്റുകൾ നടത്തും. എക്സ്പെരിമെന്റ് നടത്തിയിട്ടാണ് അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. ഉദാഹരണം, ദേഷ്യം. മനുഷ്യൻ എപ്പോഴാണ് ദേഷ്യം കൂടുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മോട്ടിവേഷൻ കൂടാനുള്ള വഴികൾ എന്തൊക്കെ, എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അതിങ്ങനെ പഠിച്ച്, മോട്ടിവേഷൻ തിയറി, ആറ്റിറ്റ്യൂഡ് തിയറി, ആപ്റ്റിറ്റ്യൂഡ് തിയറി, ഇങ്ങനെ കുറെ കോൺസെപ്റ്റുകൾ പഠിക്കാണ്ട്. ഈ കോൺസെപ്റ്റുകളൊക്കെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് മൃഗങ്ങളിലും മനുഷ്യരിലൊക്കെ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ അത് എക്സ്പെരിമെന്റ് സൈക്കോളജി. ഇവിടെ കൺട്രോൾഡ് ഒബ്സർവേഷൻ. എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക, ഒരു ലാബിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ പ്രത്യേക സംവിധാനത്തിൽ നടത്തും, അപ്പൊ കൺട്രോൾ ഉണ്ടായിരിക്കും. കൺട്രോൾഡ് ഒബ്സർവേഷൻ. ഇപ്പൊ ഉദാഹരണം, നമ്മൾ ഒരു കൂട്ടിലിട്ട കോഴിയെ, ഒരു പൂച്ചയെ നമ്മൾ നിത്യം ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വീട്ടില് നട്ടു വളർത്തുന്ന ചെടിയെ ഡെയിലി ഇങ്ങനെ നിരീക്ഷിക്കുന്നു, ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺട്രോൾഡ് ഒബ്സർവേഷൻ ആണ്. അപ്പൊ ഇതിന് ദിവസം വെള്ളം പാർന്നു കൊടുക്കുന്നു, വളം ഇട്ട് കൊടുക്കുന്നു, ഇങ്ങനെ നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ എക്സ്പെരിമെന്റൽ കൺട്രോൾഡ് ആണ്. ഇങ്ങനെ പഠിക്കുന്നത്. ഇതാണ് സയന്റിഫിക് സ്റ്റഡിയുടെ ഫൗണ്ടേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ട്, ഒബ്സർവേഷൻ നടത്തിയിട്ട് നടത്തുന്ന ആ സൈക്കോളജിയിൽ എന്തൊക്കെ പഠിക്കുക? ആ സൈക്കോളജിയിൽ പഠിക്കുന്ന പ്രധാനമായിട്ട് ലേണിംഗ്, മെമ്മറി. മനുഷ്യന്റെ പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ലേണിംഗ് എങ്ങനെ കൂട്ടാൻ പറ്റും, ഓർമ്മ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും, ലേണിംഗ് എന്തുകൊണ്ട് കുറയുന്നു, ഓർമ്മ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് റിസർച്ച് നടത്തി, ഒബ്സർവ് ചെയ്തിട്ട്, എക്സ്പെരിമെന്റ് നടത്തിയിട്ട് പഠിക്കുന്ന അപ്ലൈഡ് സൈക്കോളജിയിലുള്ള, എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ ചർച്ച ചെയ്യൽ ഏതൊക്കെ? ലേണിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യും, മെമ്മറിയെ കുറിച്ച് ചർച്ച ചെയ്യും,
തിങ്കിങ്, റീസണിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളതാണ്. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ നമ്പർ 6 ലേണിംഗ് ആണ്, 7 മെമ്മറി ആണ്, തിങ്കിങ് വേറെ യൂണിറ്റ് ആണ്. അങ്ങനെ ലേണിങ്ങിനെ കുറിച്ചും മെമ്മറിയെ കുറിച്ചും തിങ്കിങ്ങിനെ കുറിച്ചും റീസണിങ്ങിനെ കുറിച്ചും സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ അടുത്ത യൂണിറ്റ് അതാണ്. മോട്ടിവേഷൻ, ഇമോഷൻ 8ഉം 9ഉം യൂണിറ്റുകളാണ്. ഫിസിയോളജിക്കൽ, ഇതൊക്കെയാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ പഠിക്കുക. അപ്പോ ഒബ്സർവേഷൻ വഴിയിലൂടെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സൈക്കോളജിയുടെ ഭാഗമുണ്ട്. അങ്ങനെയുള്ള സൈക്കോളജി നമ്മൾ എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയും. അതിൽ ഇതൊക്കെയാണ് പഠിക്കുക: ലേണിംഗ്, മെമ്മറി, തിങ്കിങ്, റീസണിങ്, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, മോട്ടിവേഷൻ, ഇമോഷൻ, ഫിസിയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, ഇതൊക്കെയാണ് അവിടെ പഠിക്കുക എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ കേട്ടോ. എന്നാൽ എക്സ്പെരിമെന്റ് ഒന്നും ഇല്ലാത്ത ചില സൈക്കോളജി, നോൺ എക്സ്പെരിമെന്റൽ ബ്രാഞ്ച്, ഇവിടെ എന്താ ചർച്ച ചെയ്യുക? കോംപ്ലക്സ് ഫിസിയോളജിക്കൽ ഫിനോമിന, ഒന്നും കൂടി സങ്കീർണമായ, എക്സ്പെരിമെന്റ് ഒന്നും അത്ര നടത്താൻ പറ്റിക്കൊള്ളുന്നില്ല. അവിടെ പിന്നെ എന്താണ്? കൺട്രോൾഡ് സെറ്റിംഗ് അല്ല, അൺകൺട്രോൾഡ് സെറ്റിംഗ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ ഓരോ വ്യക്തിയിലേക്കും നോക്കുന്നില്ല, പിന്നെ മൊത്തത്തിലാണ് പഠിക്കുന്നത്. മനുഷ്യൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാമൂഹികമായി ഇടപെടുമ്പോൾ, അപ്പോൾ പെരിഫറൽ ആയിട്ട് പഠിക്കുന്നതാണ് നോ എക്സ്പെരിമെന്റൽ. അപ്പൊ എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിരീക്ഷണം നടത്തിയിട്ട് അങ്ങനെ പഠിക്കുമ്പോൾ എക്സ്പെരിമെന്റൽ. അങ്ങനെ വരുമ്പോൾ പഠന വൈകല്യം, ഓർമ്മ, ബുദ്ധി, ചിന്ത, പ്രശ്നപരിഹാര കഴിവ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. എന്നാൽ നോൺ എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാലോ അങ്ങ് ഇതിനേക്കാൾ കുറച്ചുകൂടി സങ്കീർണമായ വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. പക്ഷെ കൺട്രോൾഡ് സെറ്റിംഗ് ആയിരിക്കില്ല, മറിച്ച് ഓപ്പൺ ആയിരിക്കും. ഇവിടെ വ്യക്തിയുടെ ചില പ്രത്യേക കാര്യങ്ങളിലേക്കല്ല, മറിച്ച് മൊത്തത്തിലേക്കാണ് ചർച്ച ചെയ്യുന്നത്. അത് നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജിനെ 2 നമുക്ക് കാണാൻ സാധിക്കും. നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, അഡോളസെന്റ് സൈക്കോളജി, ജെറന്റോളജി, ഇങ്ങനെ 3. ഫിസിയോളജിക്കൽ സൈക്കോളജി നമ്മൾ പഠിച്ചല്ലോ, അതിന്റെ ഡെവലപ്മെന്റ് അതിങ്ങനെ പുരോഗമിക്കുമ്പോൾ ചൈൽഡ് സൈക്കോളജി, അതായത് കുഞ്ഞുങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, അത് മൊത്തത്തിലാണ്, ഒരു വ്യക്തിയെ കുറിച്ചല്ല. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, ജനിച്ചു വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. അഡോളസെന്റ് സൈക്കോളജി, കുഞ്ഞ് ഒരു 19-20 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് 10-35 വയസ്സാകുന്നവരെ അഡോളസെന്റ് ആണ്, അഡൾട്ട്ഹുഡ് ആണ്. ആ സമയത്തുള്ള വിഷയങ്ങൾ, ആ സമയത്തുള്ള ശാരീരിക മാറ്റങ്ങൾ, മാനസിക മാറ്റങ്ങൾ, വൈകാരിക മാറ്റങ്ങൾ, ഇത് ചെറുപ്പം. അപ്പൊ കുഞ്ഞ് ജനിച്ച് ഇൻഫാന്റ് ആവുമ്പോൾ, ചൈൽഡ് ആവുമ്പോൾ, പിന്നെ ടീനേജ് ആവുമ്പോൾ, അഡൾട്ട് ആവുമ്പോൾ, അഡോളസെൻസ്, ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ പഠിച്ചു. അതാണ് ഡെവലപ്മെന്റ് സൈക്കോളജി. ജെറന്റോളജി എന്ന് പറഞ്ഞാൽ വയസ്സായിരിക്കുന്ന പ്രായമായ ആൾക്കാർ. അപ്പോൾ ചെറിയ കുഞ്ഞിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലല്ല, ചെറിയ കുഞ്ഞിന്റെ സ്വഭാവ പെരുമാറ്റങ്ങളല്ല അഡോളസെന്റിൽ ഉണ്ടാകുക. അപ്പൊ അഡോളസെന്റ് കുട്ടിയിൽ കൈകാര്യം ചെയ്യേണ്ട രീതി അതല്ല. ഉദാഹരണം, LKG-യിലും UKG-യിലും കുട്ടികളെ പഠിപ്പിക്കുന്ന ആ മെത്തേഡ് അല്ല 20, 19, 18 വയസ്സായ +2 ലെവലിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആ മെത്തേഡ് അല്ല PGക്ക് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മെത്തേഡ് വ്യത്യാസമുണ്ട്, കാരണം സൈക്കോളജി പറയുന്നതാണ്. എന്നാൽ പ്രായമായ ആൾക്കാരെയോ പഠിപ്പിക്കൽ മാത്രമല്ല, പെരുമാറുന്ന ചെറിയ കുഞ്ഞിനോട് പെരുമാറുന്ന അതേ രൂപത്തിൽ നമ്മൾ വലിയവരോട് പെരുമാറേണ്ടി വരും. ജെറന്റോളജി. അപ്പോൾ പ്രായമാകുമ്പോൾ മനസ്സിലുണ്ടാകുന്ന മാനസിക വ്യത്യാസങ്ങൾ, പെരുമാറ്റ വ്യത്യാസം, ഇങ്ങനെ പഠിക്കുന്നതാണ് ജെറന്റോളജി. അപ്പോ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ നിന്ന് മാറിയിട്ട് നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ വരുന്നതാണ് ഇതൊക്കെ. നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജിയിൽ മറ്റൊന്നാണ് സോഷ്യൽ സൈക്കോളജി. നേരത്തെ നമ്മൾ പഠിച്ചു, സോഷ്യോളജി പ്ലസ് സൈക്കോളജി ചേർന്ന് സോഷ്യൽ സൈക്കോളജി ഉണ്ടായിരുന്നു. അത് വലുതായി പിന്നെ എന്ത് ചെയ്തു? അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി ഉണ്ടായി. അത് നിങ്ങൾ PG സെക്കൻഡ് ഇയറിലൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആ സോഷ്യൽ സൈക്കോളജി വീണ്ടും വലുതായി ഒന്നുകൂടി പുരോഗമിച്ച് ഓർഗനൈസേഷൻ സൈക്കോളജി, അല്ലെങ്കിൽ I എന്ന് പറയും, ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയും. IO എന്ന് പറഞ്ഞാൽ I, ഇൻഡസ്ട്രിയൽ, O എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്. ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി വരുന്നത്. അപ്പോൾ സൈക്കോളജി എക്സ്പെരിമെന്റൽ ഉണ്ട്, നോൺ എക്സ്പെരിമെന്റൽ ഉണ്ട്. എക്സ്പെരിമെന്റൽ എന്ന് പറയുമ്പോൾ ലാബിൽ വെച്ച് കൺട്രോൾഡ് സിറ്റുവേഷനിലൂടെ പഠിച്ചെടുക്കുന്ന പല സാധനങ്ങളും, ഉദാഹരണം റീസണിങ്ങിനെ കുറിച്ച്, ലേണിങ്ങിനെ കുറിച്ച്, മെമ്മറിയെ കുറിച്ചൊക്കെ പഠിക്കും. മറ്റത് അൺകൺട്രോൾഡ് ആണ്, അത് വലിയ വിഷയങ്ങളെ കുറിച്ചാണ് പറയുക, അത് ജനറൽ കാര്യങ്ങളായിരിക്കും. ഏതുപോലെ ഡെവലപ്മെന്റൽ സൈക്കോളജി, അതായത് ചൈൽഡ് സൈക്കോളജി, അഡോളസെന്റ് സൈക്കോളജി, ജെറന്റോളജി. അതുമല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയെ പോലെ, അഥവാ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി, ഇതൊക്കെ നോൺ എക്സ്പെരിമെന്റൽ സൈക്കോളജിക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ സൈക്കോളജി വികസിച്ച് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാണ് എങ്കിലും ബേസിക് സൈക്കോളജിയും അപ്ലൈഡ് സൈക്കോളജിയും ചേർന്ന് ഇപ്പൊ എന്തായി പുതിയ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് മോട്ടിവേഷൻ തിയറീസ് ഒക്കെ
അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ എവിടെ പഠിക്കുന്നതാണ്? ബേസിക് സൈക്കോളജി പഠിക്കുന്നതാണ്. പക്ഷെ അത് സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? സോഷ്യൽ സൈക്കോളജി. അത് രണ്ടും. അപ്പൊ മോട്ടിവേഷൻ തിയറി സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്തു വരുമ്പോൾ ആ ബേസിക് സാധനത്തെ അപ്ലൈഡിലേക്ക് കൊണ്ടുവന്നു. അതായത് എക്സ്പെരിമെന്റൽ സാധനത്തെ നോൺ എക്സ്പെരിമെന്റൽ അപ്ലൈ ചെയ്തു. ലേണിംഗ് തിയറീസ്. ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അത് ബേസിക് സൈക്കോളജിയാണ്, അല്ലെ? എക്സ്പെരിമെന്റൽ സൈക്കോളജിയാണ്. പക്ഷെ ആ തിയറി ക്ലാസ് റൂമിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ആ തിയറി കോളേജ് സിലബസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായി? അപ്ലൈഡ് ആയി. അതല്ലെങ്കിൽ നോൺ എക്സ്പെരിമെന്റൽ ആയി. അപ്പൊ ഇത് അതിനെ സഹായിച്ചു. പേഴ്സണാലിറ്റി തിയറീസ്. കേൾക്കുന്നില്ല? നോട്ട്സ് എഴുതി എന്താ എനിക്ക് മനസ്സിലായില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? നോട്ട്സ് വേണമെന്നാണോ? നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സിന് ശേഷം നമ്മൾ നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ സൈക്കോളജിയുടെ സ്കോപ്പിനെ കുറിച്ച് പറയാം. അപ്പോൾ സൈക്കോളജിന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെ പറഞ്ഞു. ബേസിക് സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, പിന്നെ ഇങ്ങനെ വന്ന് ഓക്കെ. സൈക്കോളജിയുടെ സ്കോപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഏത് വിഷയത്തിന്റെ സ്കോപ്പ് എന്താണ്? അതിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നുള്ള ഒരു വിഷയം പഠിച്ച് നമ്മൾ പറയില്ലേ, ഫിസിക്സ്, ഞാൻ BSc ഫിസിക്സിന് പോവുകയാണ്, MSc, എന്താ പിന്നെ സ്കോപ്പ്? അങ്ങനെ പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെല്ലാം ജോലി കിട്ടുന്നു, അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഒരു എന്താ പറയാ സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ആപ്ലിക്കേഷൻസ്. എന്തെല്ലാമാണ് അതിൽ ചർച്ച ചെയ്യുന്നത്? പല ഫീൽഡുകളും ചേർന്നുകൊണ്ടാണ് പലപ്പോഴും ബ്രാഞ്ചുകൾ വലുതാവുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ സൈക്കോളജി, ഗ്രൂപ്പ്, സോഷ്യൽ ബിഹേവിയർ, ഇതൊക്കെ സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്, ബ്രാഞ്ചായി വരുന്നു. അങ്ങനെ ബ്രാഞ്ച് ഔട്ട് ആയി വരുന്ന ചില സൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. അക്കാഡമിക് സൈക്കോളജി എന്താണ്, റിസർച്ച് സൈക്കോളജി എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ, അല്ലെ? ബേസിക് തിയറീസ് പറയുന്നതാണ് അക്കാഡമിക് സൈക്കോളജി അല്ലെങ്കിൽ റിസർച്ച് സൈക്കോളജി നമ്മൾ പറഞ്ഞത്. അതിൽ ഏതൊക്കെ വരും നോക്ക്. അതിൽ വരുന്ന ബയോസൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, കമ്പാരിറ്റീവ് സൈക്കോളജി, കൾച്ചറൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, ലേണിംഗ് സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി, പെർസെപ്ഷൻ ആൻഡ് സെൻസേഷൻ സൈക്കോളജി. ഇതൊക്കെ അക്കാദമിക് അല്ലെങ്കിൽ റിസർച്ച് സബ് ഫീൽഡിൽ വരുന്നതാണ്. അപ്പോ സൈക്കോളജി ഇങ്ങനെ വികസിച്ച് വന്ന് രണ്ടായി. നേരത്തെ ആദ്യത്തെ പറഞ്ഞാൽ അക്കാഡമിക്, പ്യൂർ അക്കാഡമിക് സയൻസ് സൈക്കോളജി അല്ലെങ്കിൽ റിസർച്ച് സൈക്കോളജി. അതിൽ കുറെ തിയറികളായിരിക്കും ഉണ്ടാകുക. അതിന് ഉദാഹരണമാണ് ബയോസൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, കമ്പാരിറ്റീവ് സൈക്കോളജി, കൾച്ചറൽ സൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, ലേണിംഗ് സൈക്കോളജി, ഫിസിയോളജിക്കൽ സൈക്കോളജി, സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ സൈക്കോളജി. ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. ഇനി അതിൽ ഓരോന്നിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ ബയോസൈക്കോളജി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബയോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ബയോളജിക്കൽ ബിഹേവിയർ, ഒരാളുടെ ജന്മനായുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനറ്റിക് ആയിട്ട് കിട്ടുന്ന കുറെ കാര്യങ്ങൾ. ഉദാഹരണം ബ്രെയിന്, നെർവസ് സിസ്റ്റം, ഹോർമോൺ, അല്ലെ? നമ്മളെ തലച്ചോറ് നമ്മുടെ ഏതെല്ലാം പ്രവർത്തനത്തിൽ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് പഠിക്കും. തലച്ചോറ് ഒരു കുഴപ്പമില്ലാത്ത നോർമൽ മനുഷ്യരാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കാം. ചിലർക്ക് പക്ഷെ എന്തെങ്കിലും വൈകല്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ, ഇപ്പൊ ഉദാഹരണം ജനിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു ആക്സിഡന്റ് പറ്റി ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചാൽ ചിലപ്പോൾ അവനെന്തോ ചില കഴിവുകൾ ഇല്ലാതെയാവും. ഓർക്കാനുള്ള കഴിവുണ്ടാവില്ല, ചിലപ്പോൾ പഠിക്കാനുള്ള കഴിവുണ്ടാവില്ല, ചിലപ്പോൾ സംസാരിക്കാനുള്ള കഴിവുണ്ടാവില്ല, ചിലപ്പോൾ കാര്യങ്ങൾ അന്തണ്ടാവില്ല എന്ന് പറയില്ലേ, ഇതേപോലെ അതിനാണ് നമ്മൾ പറയാ കോമൺ, അതില്ലാതെയാവും. അപ്പൊ ഇതൊക്കെ പഠിക്കുക. നെർവസ് സിസ്റ്റം, ന്യൂറോണുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോളജിയിൽ, അല്ലെ? ന്യൂറോണുകൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ബാലൻസ്. അപ്പൊ ഇതിൽ എന്തേലും അതേ ന്യൂറോ സയൻസ്. ഹോർമോണുകൾ, നമ്മുടെ ശരീരത്തിൽ പല ഹോർമോണുകളും ഗ്ലാൻഡുകൾ മുഖേന ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആട്ടെ, അല്ലെങ്കിൽ പാങ്ക്രിയാസ് അല്ലാണ്ട് അഡ്രീനൽ ഗ്ലാൻഡുകളാട്ടെ, പല ഗ്ലാൻഡുകളും പല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹോർമോണിലെ വേരിയേഷൻ അനുസരിച്ച്, ഏറ്റക്കുറച്ചിലനുസരിച്ച് മനുഷ്യന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം കാണും. ഇതൊക്കെ ബയോളജിക്കൽ സൈക്കോളജിയിൽ വരുന്നതാണ്. ഹെറിഡിറ്റി, പാരമ്പര്യം, അല്ലെ? ജീനുകളിൽ വരുന്ന, ഉദാഹരണം ബുദ്ധി, അത് ജനറ്റിക്കലി കൈമാറ്റം ചെയ്യപ്പെടുന്ന പറയുന്നുണ്ട്, അല്ലെ? അതായത് ക്രോമസോം 21 അല്ലെങ്കിൽ 22, 23 ഇത് സെക്സിനെയും എന്താ പറയുക ഇന്റലിജൻസിനെയും സ്കിന്നിന്റെ കളറിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമോഷൻ ആൻഡ് ടെമ്പറാമെന്റ്, ഇതൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ഇത് എന്താണ് വൈകാരികത, എങ്ങനെയാണ് ടെമ്പറാമെന്റ്, ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ബയോസൈക്കോളജിയിൽ പഠിക്കും. എന്നാൽ രണ്ടാമത്തെ ഒരു സൈക്കോളജിയാണത് കോഗ്നിറ്റീവ് സൈക്കോളജി. അതിലെന്തൊക്കെയാ പഠിക്കുന്നത്? കോഗ്നിറ്റീവ് സൈക്കോളജി പറഞ്ഞാൽ PG പഠിക്കുമ്പോൾ നിങ്ങൾ MA പഠിക്കുന്ന സമയത്ത് ഒരു പേപ്പർ ആയിട്ട് തന്നെ പഠിക്കാണ്ട്. ഏതായാലും അതിലെന്താ പഠിക്കാറ്?
കൊഗ്നീഷൻ എന്ന് പറഞ്ഞാൽ യുക്തി ബുദ്ധി എന്നൊക്കെയാണല്ലോ. അതായത് നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണ് വിവരങ്ങൾ നടക്കുന്നത്, ഇൻഫോർമേഷൻ എങ്ങനെ പ്രോസസ് ചെയ്യുന്നത്. ഇപ്പോൾ വിഷയങ്ങൾ പഠിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, പല ധാരണകളെ നമ്മൾ തിരുത്തുന്നു, ചില ധാരണകൾ കൂട്ടുന്നു, അല്ലെ? പുതിയൊരു തിയറി പഠിക്കുന്നു, കേട്ട് മനസ്സിലാക്കി അത് ആലോചിച്ച് ചിന്തിച്ച് നമ്മുടെ ഭാഗമാക്കി എടുക്കുന്നു. ഇങ്ങനെ ഇൻഫോർമേഷൻ പ്രോസസ് ആണ്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കീബോർഡ് വെച്ച് ഇൻപുട്ട് കൊടുക്കുന്നു, അത് CPU-ൽ ഇത് പ്രോസസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ പ്രിന്ററിലൂടെ അല്ലെങ്കിൽ ഇമെയിലൂടെ ഒക്കെ അതിൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്നു. അപ്പൊ ഇൻപുട്ട് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇതേ രൂപത്തിൽ തന്നെ ബ്രെയിനിലും പല സാധനങ്ങൾ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കാരണം അത് മുഖേന നമ്മളെ തലച്ചോറിലേക്ക് എത്തുന്നു, തലച്ചോറ് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇൻഫോർമേഷൻ. ബുദ്ധി, തിങ്കിങ്, പ്രോബ്ലം സോൾവ്, ഇതൊക്കെ ഇന്റലക്ച്വൽ സാധനങ്ങളാണ്, അല്ലെ? ബുദ്ധിപരമായ കാര്യങ്ങളാണ്, തലച്ചോറ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ മെന്റൽ പ്രോസസ്സുകൾ പഠിക്കുന്നതാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി. ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭാഷ പഠിച്ചു വരുന്നത്, ഭാഷ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഭാഷ പഠിക്കാൻ എങ്ങനെയാണ്, അത് എങ്ങനെ തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ കൊഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുന്നതാണ്. യുക്തി, ചിന്ത, പ്രോബ്ലം സോൾവിങ്, ഇന്റലിജൻസ്, ഇതൊക്കെ കൊഗ്നിറ്റീവ് സൈക്കോളജി ചർച്ച ചെയ്യും. മറ്റൊരു സൈക്കോളജിയാണ് കമ്പാരിറ്റീവ് സൈക്കോളജി. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യൽ. അതായത് മനുഷ്യരും മൃഗങ്ങളും, നായയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, ആനയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഉറുമ്പിൽ നിന്ന് മനുഷ്യൻ എന്തൊക്കെ പഠിക്കാനുണ്ട്, തേനീച്ച, ആ റാണി തേനീച്ചകളെ മുഴുവൻ എങ്ങനെ നിയന്ത്രിക്കുന്നു, ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എങ്ങനെ മനുഷ്യരിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. പ്രത്യേക രീതിയിൽ ഓടുന്ന പറക്കുന്ന പക്ഷികളുണ്ട്, അല്ലെ? ആ പക്ഷികൾ പ്രത്യേക രീതിയിൽ പറന്ന് ലീഡർഷിപ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ട് വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം യാത്ര ചെയ്ത് കിലോമീറ്ററുകൾ താണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ പക്ഷികൾക്ക് സാധിക്കുന്നത്? അതേ സാധനം എങ്ങനെ മനുഷ്യരിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും? ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കണം, കമ്പാരിസൺസ്. ഇൻസൈറ്റ് അപ്ലൈഡ് ഹ്യൂമൻ ബിഹേവിയർ, പുതിയ സാധനങ്ങളൊക്കെ മനുഷ്യന്റെ പെരുമാറ്റമുണ്ട്. അതുപോലെ ലീഡർഷിപ്പ് ആൻഡ് സോഷ്യൽ, ഇത് അപ്പോ മറ്റു ജീവികളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് എങ്ങനെ മനുഷ്യരിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഉറുമ്പുകൾ ചില കാലത്ത് ഭക്ഷണമൊക്കെ ഒരുമിച്ച് കൂട്ടി മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തപ്പോ എങ്ങനെ അവർ സ്വരൂപിച്ച് ജീവിക്കുന്നത്, എന്തുകൊണ്ട് മനുഷ്യന് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് സേവിങ് മെന്റാലിറ്റി ഇല്ല, എവിടെയാണ്, അങ്ങനെ തുടങ്ങുന്ന പല കാര്യങ്ങളും രസകരമായി അതിൽ നിന്നും ഇങ്ങനെ ഇത് മനുഷ്യരിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, മനുഷ്യനെയും അതിനെയും എങ്ങനെ സമരസപ്പെടുത്താൻ പറ്റും എന്നുള്ളൊക്കെ പഠനങ്ങൾ. ചിമ്പാൻസി നമ്മൾ ഡീറ്റെയിൽ പോകും. അടുത്ത കൾച്ചറൽ സൈക്കോളജി. കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹമായി ജീവിക്കുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന, എന്നാൽ നമ്മളിൽ ഉണ്ടായി വരുന്ന കുറെ സാധനങ്ങൾ കൾച്ചർ. ഇസ്ലാമിക് കൾച്ചർ, ഹിന്ദു കൾച്ചർ, വെസ്റ്റേൺ കൾച്ചർ, തമിഴ് കൾച്ചർ, കേരള കൾച്ചർ, അല്ലെ? ആദിവാസി കൾച്ചർ, കടപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു കൾച്ചർ അല്ലെ? ഓരോ കൾച്ചർ ഉണ്ട്. ഇത് നമ്മൾ മനുഷ്യന്റെ ബിഹേവിയറിനെ സ്വാധീനിക്കും. മലപ്പുറത്ത് ജനിച്ചു വളർന്ന എന്റെ ഒരു കൾച്ചർ ആയിരിക്കില്ല ഇടുക്കിയിലുള്ള മലയാള കൾച്ചർ. ഇതും എങ്ങനെയാണ് അപ്പൊ ഇതും അതും എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് ഇംപ്ലുവൻസ്. ഇത് പറഞ്ഞു ക്ലോസ് കൾച്ചറൽ കമ്പാരിസൺ. ആ കൾച്ചറും ഈ കൾച്ചറും, വെസ്റ്റേൺ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും, അറബ് കൾച്ചറും ഈ നോൺ ഇസ്ലാമിക് കൾച്ചറും. അതുപോലെ തന്നെ ഒരു കൾച്ചറിൽ ഉണ്ടാകുന്നതാണ് നോംസ്, വാല്യൂസ്, ബിലീഫ്സ് ഒക്കെ. നോംസ് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നത്. വാല്യൂസ് പറഞ്ഞാൽ പറയാലോ, വലിയവരെ ബഹുമാനിക്കണം, ചെറിയ കുട്ടികളുടെ സ്നേഹം കാണിക്കണം, അഹങ്കാരം പാടില്ല, ഇതൊക്കെ ഇസ്ലാമിക് കൾച്ചറിൽ ഇതേമാതിരി ഓരോ മതത്തിലും ഉണ്ടായിരിക്കും, അല്ലെ? ആ മതത്തിലെ വാല്യൂസ് അവരുടെ ജീവിതത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണം, റമദാൻ മാസമായാല് 30 ദിവസം ഭക്ഷണം കഴിക്കാതെ നോമ്പെടുക്കും. ആ സമയത്ത് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അവര് മദ്രസയിൽ പോയി പല കാര്യങ്ങളും പഠിക്കുന്നു. അതുപോലെ തന്നെ മറ്റു മതക്കാർ, ക്രിസ്ത്യൻ മതക്കാര്, അവരുടെ ചർച്ചിൽ നിന്ന് കുറേയൊക്കെ വാല്യൂസ് പഠിക്കുന്നുണ്ട്. അവരുടെ അച്ഛന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയിൽ നിന്നും പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതുപോലെ ബിലീഫ്സും. ഇത് എങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കുന്നു, കൾച്ചർ എങ്ങനെ സ്വാധീനിക്കുന്നു ഒക്കെ പഠിക്കുന്നതാണ് കൾച്ചറൽ സൈക്കോളജി. അപ്പോ നോൺ എക്സ്പെരിമെന്റൽ, അതാണ് നമ്മൾ നേരത്തെ പഠിച്ചത്, അല്ലെ? ഇനി എക്സ്പെരിമെന്റൽ ലേണിംഗ് സൈക്കോളജി. എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ്പെരിമെന്റ് നടത്തിയിട്ട്, ഒബ്സർവേഷൻ നടത്തിയിട്ട്, അതായത് ഉദാഹരണം ഫണ്ടമെന്റൽ ബിഹേവിയർ പ്രോസസ്, പെരുമാറ്റങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ എക്സ്പെരിമെന്റേഷൻ നടത്തി ലേണിംഗ് സൈക്കോളജിയിലേക്ക് പെടുന്നതാണ്. അതായത് എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത്. ഉദാഹരണം നമ്മൾ പഠിക്കും, സെക്കൻഡ് ഇയർ ഒക്കെ എത്തുന്ന സമയത്ത് ലേണിംഗ് തിയറീസ്, ഇവാൻ പാബ്ലോയുടെയും സ്കിന്നറുടെയും ഒക്കെ തിയറികൾ. അവര് പട്ടിയിൽ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട്
എലിയിൽ നിരീക്ഷണം നടത്തിയിട്ട്, പീജിയൻ പ്രാവിൽ നിരീക്ഷണം നടത്തിയിട്ട്, ചിമ്പാൻസി അവയിൽ പരീക്ഷണം നടത്തിയിട്ട് അതേ സാധനം മനുഷ്യരിൽ അപ്ലൈ ചെയ്തു. അവരങ്ങനെയാണ് പഠിക്കുന്നത്, അപ്പൊ ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെയാണ് വരുന്നത് ലേണിംഗ് സൈക്കിൾ. ഹൗ ലേണിംഗ് ഒക്യോസ്, അങ്ങനെ തിയറി കണ്ടെത്തിയിട്ട് അത് എങ്ങനെ നമ്മൾ എഡ്യൂക്കേഷൻ ഉപയോഗപ്പെടുത്താം, ഇതൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി പഠിക്കുന്നത്. ഫിസിയോളജിക്കൽ സൈക്കോളജി. ഫിസിയോളജിക്കൽ സൈക്കോളജി നേരത്തെ നമ്മൾ പറഞ്ഞു, ബയോളജിക്കൽ ചേഞ്ചസ്, ഹോർമോണിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തലച്ചോറിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന ന്യൂറോൺ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ പഠിക്കലാണ്. ഇത് ന്യൂറോ ബയോളജിയുടെ ഒരു ഭാഗമാണ്, അത് സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സൈക്കോളജിയിൽ പഠിക്കുന്ന മറ്റൊരു സാധനമാണ് സെൻസേഷൻ പെർസെപ്ഷൻ. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്, കാണാനും കേൾക്കാനും രുചിക്കാനും അനുഭവിക്കാനൊക്കെ അല്ലെ, പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഇതിലൂടെ നമുക്ക് ഇൻഫോർമേഷൻ ശരീരത്തിലേക്ക് വരുന്നുണ്ട്, തലച്ചോറിലേക്ക് വരുന്നുണ്ട്. ഇതിനാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഈ വരുന്ന ഇൻഫോർമേഷനെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നുണ്ട്, അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അത് അടുത്ത യൂണിറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായി പഠിക്കാണ്ട് ഒരു യൂണിറ്റ് അത് തന്നെയാണ്. സെൻസേഷൻ എന്താ, പെർസെപ്ഷൻ എന്താ, പെർസെപ്ഷനിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്നുള്ള അപ്പൊ ഇനി നമ്മൾ ഡീറ്റെയിൽ അതൊക്കെ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെൻസ് ഓർഗാൻസ് അത് നമ്മളിലെ പെർസെപ്ഷൻ എങ്ങനെ പ്രോസസ് ചെയ്യുന്നു, പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന പോരായ്മകൾ, തികരാറുകൾ, അതാണ് ഇല്യൂഷൻ ആകുന്നത്, മിസ്കോൺസെപ്ഷൻ. ഇപ്പൊ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ പാമ്പാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. ചില വടികളോ ഒരു കയറോ ഒക്കെ കണ്ടാൽ പാമ്പിനെ പോലെ തോന്നി പാമ്പാന്ന് വിചാരിക്കും, ഇല്യൂഷൻ എന്ന് പറയാം. അത് നമ്മൾ അടുത്ത യൂണിറ്റിൽ പഠിക്കുകയാണ്, അപ്പൊ അതിലേക്ക് നമ്മൾ വിശദമായി പോകുന്നില്ല. അതുപോലെ ഡെപ്ത്, മൂവ്മെന്റ്, ഇതൊക്കെ ഡെപ്ത് പറഞ്ഞ ആഴം, 3D ആയിട്ട് ചില കാര്യങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ 3D ആയിട്ട് കാണുക. 2D ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പൊ 2Dയിൽ നിന്നും 3Dയിലേക്ക് മാറുന്നു, അത് എങ്ങനെ നമ്മൾ ബ്രെയിൻ പ്രോസസ് ചെയ്യുന്നു, അതെങ്ങനെ കണ്ണിലൂടെ പ്രോസസ് ചെയ്യുന്നൊക്കെ നമുക്ക് ഇതൊക്കെ സൈക്കോളജിയിൽ പഠിക്കാനുണ്ട്. സൈക്കോളജിയുടെ മറ്റൊരു ഭാഗമാണ് സോഷ്യൽ സൈക്കോളജി. സൈക്കോളജിയിൽ നേരത്തെ സോഷ്യൽ വ്യക്തികളാണെങ്കിലും അവർ കുടുംബത്തിലെത്തുമ്പോ, സമൂഹത്തിലെത്തുമ്പോ, മറ്റുള്ളവരുടെ കൂടെ പോകുമ്പോൾ, ഓഫീസില്, നാട്ടില്, അങ്ങാടിയില്, മാർക്കറ്റില്, മാളിലൊക്കെ എത്തുമ്പോൾ പല രീതിയിലാണ് പെരുമാറുന്നത്. അത് സോഷ്യൽ ബിഹേവിയർ. മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ്, പ്രിജുഡി, അഗ്രഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കും. ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ, ചില കാര്യങ്ങൾ. അത് ഇപ്പൊ ഉദാഹരണം, മുസ്ലിംസ് ആയ ആൾക്കാർക്ക് ഈ കള്ളു കുടിക്കല്, ചില കാര്യങ്ങളൊക്കെ അതൊക്കെ ഒരു പാടില്ലാത്തതാണ്, പക്ഷെ അതൊക്കെ ചെയ്യുന്നവരുണ്ട്, അത് വേറെ വിഷയം. അപ്പൊ അതിനോടൊരു ആറ്റിറ്റ്യൂഡ് അല്ലെ. ചില ആൾക്കാർക്ക് മറ്റു വിഷയങ്ങളോട് ചില ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ അറുത്ത് കഴിക്കുക, എന്തായാലും അത് അറുത്ത് അതിന് പ്രത്യേക രീതിയിൽ അറുത്താൽ മാത്രമേ കഴിക്കുള്ളൂ, അപ്പൊ ഹലാലാകുള്ളൂ, അങ്ങനെ കഴിക്കാൻ പറ്റും, അതൊരു ആറ്റിറ്റ്യൂഡാണ്. മറ്റവർക്കോ ചില മൃഗങ്ങളെ മാത്രം കഴിക്കാൻ പറ്റില്ല, അതൊരു ആറ്റിറ്റ്യൂഡാണ്. ചില ആൾക്കാരോ മൃഗങ്ങളെ ജീവനുള്ള ഒരു വസ്തുവിനെ അറുത്തിട്ട് കഴിക്കാനേ പാടില്ല, പ്യുവർ വെജിറ്റേറിയൻ, അതൊരു ആറ്റിറ്റ്യൂഡാണ്. ഇത് ഇങ്ങനെയുള്ള ഉദാഹരണം ജീവിത ഓർമ്മ. പിന്നെ പ്രിജുഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ലേ, അവരൊക്കെ ഭീകരവാദികളാണ്, ഇവരൊക്കെ തീവ്രവാദികളാണ്, അവരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാന്നുള്ള അത് എങ്ങനെ ഉണ്ടാവും, അത് എത്രമാത്രം സമൂഹത്തിൽ സ്വാധീനിക്കും, അത് എത്രമാത്രം അപകടകരമാണ് എന്നൊക്കെ നമുക്ക് സൈക്കോളജിയിൽ പഠിക്കാം, സോഷ്യൽ സൈക്കോളജി പഠിക്കും. അഗ്രഷൻ നമുക്കറിയാം, പലപ്പോഴും വാർത്തകൾ ഇതിൽ കാണാറുണ്ട് അല്ലെ, ആ ഒരു വിഭാഗം അടിച്ചു കൊന്നു. ഇപ്പോഴത്തെ പാലക്കാട് ഉണ്ടല്ലേ, 2-3 ആൾക്കാർ കൂടിയിട്ട് ഏതോ ഒരു നാട്ടിലുള്ള ഒരാളെ അവൻ ഇന്നതാണെന്ന് വിചാരിച്ച് അടിച്ചു കൊന്നു. എന്തുകൊണ്ട് ഇത് ഉണ്ടാവുന്നു? വാർത്തകൾ കേൾക്കാറുണ്ട് നോർത്ത് ഇന്ത്യയിലും മറ്റോടത്തൊക്കെ. അത് അവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ അപ്പൊ ഈ അഗ്രസീവ് ബിഹേവിയർ എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഖത്തറിലുള്ളത്, ചില നാട്ടുകാർ ചെറിയൊരു വിഷയം പുരിഞ്ഞടിയായിരിക്കും. ബംഗാളികളും നേപ്പാളികളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അടി കൂടുമ്പോൾ കാക്കകളെ മാതിരി ഒന്നാകെ കൂടിയിട്ട് അടിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഒരു അഗ്രസീവ് ബിഹേവിയറിൽ അവരുണ്ടാകുന്നു? ലേബർ ക്യാമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങൾക്ക് പുരിഞ്ഞടി, കുത്തുമൊറ്റൊക്കെ ഉണ്ടാകും, അത് അഗ്രഷനാണ്. എന്തുകൊണ്ട് ഉണ്ടാകുന്നു? എന്തുകൊണ്ട് പ്രൊഫഷണൽസിന്റെ അടിയിൽ ഉണ്ടാകുന്നില്ല? ഇതൊക്കെ സൈക്കോളജിയിൽ പഠിക്കാണ്ട്. ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആൻഡ് ഇന്ററാക്ഷൻ. ഗ്രൂപ്പ്, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പല ഗ്രൂപ്പുകളിലും അല്ലെ, UDF ആകാം, LDF ആകാം, കമ്മ്യൂണിസ്റ്റ് ആകാം, അതാകാം. എന്നാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പല കാരണം കൊണ്ട് നമ്മൾ ഗ്രൂപ്പ് കളിക്കാറുണ്ട്. വീട്ടിന്റെ അകത്ത് തന്നെ കാണൂലേ, നാത്തും പോര്, മറ്റേ പോര്, ഇങ്ങനെ. അപ്പൊ എവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലെ ഗ്രൂപ്പുകൾ കാണാൻ പറ്റും. ആ ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടാവുന്നു? ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കൂടുമ്പോൾ എന്റെ സ്വന്തം വ്യക്തിത്വം മാറിയിട്ട് നമ്മൾ ഗ്രൂപ്പിന് വേണ്ടി പെരുമാറും. അങ്ങനെയുള്ള എനിക്ക് ഒരു വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും, പക്ഷെ എന്നാലും കൂടി ഒന്നാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനനുസരിച്ച് അതൊക്കെ നിങ്ങൾ ഗ്രൂപ്പ് തിയറി ഒക്കെ പഠിക്കുമ്പോൾ അത്. പിന്നെ പൊളിറ്റിക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കും. പിന്നെ സൈക്കോളജിയുടെ മറ്റൊരു ഭാഗമാണ് പേഴ്സണാലിറ്റി, ജെൻഡർ. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ വ്യക്തികളുടെ ട്രൈറ്റുകൾ, ഡൈനാമിക്സ് ഒക്കെ നമ്മൾ പഠിക്കുക. പേഴ്സണാലിറ്റി അസസ് ചെയ്യലൊക്കെ നമ്മൾ പഠിക്കും.
ജെൻഡർ എന്ന് പറയുമ്പോൾ ആണ് പെണ്ണ് ഇവർ തമ്മിലെ വ്യത്യാസം, ആണ് പെണ്ണ് ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയാം. ആ ബയോളജിക്കൽ ഡിഫറൻസ് മാത്രമാണോ ഉള്ളത്? അല്ല, മറ്റു പല വ്യത്യാസങ്ങളുണ്ട്. ശരീരത്തിലുള്ള മാത്രമല്ല, വൈകാരികമായിട്ട് മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഇമോഷൻ കൺട്രോൾ ചെയ്യുന്നിടത്ത് എങ്ങനെ ഈ വ്യത്യാസം ഉണ്ടാവുന്നു, അതിന്റെ കാരണം എന്താണ്, ഇങ്ങനെ തുടങ്ങുന്ന കുറേ വിഷയങ്ങൾ പഠിക്കാം. ജെൻഡർ സൈക്കോളജി. സൈക്കോളജിയിലെ മറ്റൊരു പുതിയൊരു ഭാഗമാണ് ക്ലിനിക്കൽ സൈക്കോളജി. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മാനസിക പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും, ഇഷ്യൂസ്, ഇതിന് പരിഹാരം കാണുന്ന, കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിയിട്ട് പഠിക്കുന്ന ആ ഒരു ശാസ്ത്രശാഖയാണ്. ഇപ്പോൾ മാനസിക നാട്ടിലുണ്ടാവില്ലേ ചെറിയൊരു വട്ട് കേസുകൾ, വട്ട് നല്ല പറയേണ്ട മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണം, നല്ല സുഖകരമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്നാണ് ഹസ്ബൻഡ് മരണപ്പെടുന്നുണ്ടെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ ചിലപ്പോൾ തളർന്നു പോകും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആകേതായി ഡിപ്രസ് ആയി പോകും. ആ ഡിപ്രസീവായിട്ട് പിന്നെ മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. എന്തുകൊണ്ട് സംഭവിക്കും? അങ്ങനത്തെ ആൾക്കാർക്ക് മെഡിസിൻ മാത്രം മതിയാവില്ല, പിന്നെ തെറാപ്പികൾ ആവശ്യമുണ്ടാവും, കൗൺസിലിംഗ് ആവശ്യമുണ്ടാവും. അപ്പോൾ ക്ലിനിക്കൽ കേസുകൾ വരുമ്പോൾ നല്ല ഉഷാറായി പഠിക്കുന്ന കുട്ടി എക്സാം ആവുന്ന സമയത്ത് തളർന്നു പോകും. എക്സാം എഴുതാൻ കഴിയാതെ തലേന്നൊക്കെ കരഞ്ഞ അങ്ങനെ ഒരു ക്ലിനിക്കൽ കേസുകളായിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങൾ, ഭയങ്കര മാനസിക രോഗികളുണ്ടാവും, ഭയങ്കര ആലോചിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, അല്ലെ? വെറുതെ കാരണമൊന്നുമില്ലാതെ ചിന്തിച്ച് അങ്ങനെ അപ്പുറത്ത് ആലോചിച്ചിട്ട് ഇങ്ങനെ ആയാലും അങ്ങനെ ആവില്ല, എങ്ങനെ ആയാലും അങ്ങനെ ആവില്ല, ഇങ്ങനെ, അതൊക്കെ ഒരു ക്ലിനിക്കൽ കേസുകളാണ്. അങ്ങനത്തെ കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ശാസ്ത്രശാഖയുണ്ട്. അതാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്നാണ്. അപ്പോൾ മെന്റൽ ഡിസോർഡേഴ്സിനെ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. അവര് തെറാപ്പികളും അസസ്മെന്റുകളും നടത്തും. അതായത് എത്രമാത്രം ഉണ്ട്, എത്ര സീവിയർ ആണ്, എത്ര മൈൽഡ് ആണ്, എത്ര സങ്കീർണമാണ് ഇതിന്റെ പ്രശ്നം എന്ന് അസസ് ചെയ്യും. എന്നിട്ട് അതിന് ചില തെറാപ്പികൾ, ചിലപ്പോൾ CBT ആയിരിക്കാം, അല്ലെങ്കിൽ SFBT ആയിരിക്കാം, പല തെറാപ്പികളും അവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിയും സൈക്യാട്രിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. പലപ്പോഴും ഇത് ആൾക്കാർ മനസ്സിലാക്കാറില്ല. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജി പഠിച്ചു, അതിൽ ഒരു PG അല്ലെങ്കിൽ MPhil അല്ലെങ്കിൽ ഒരു PhD ഒക്കെ എടുത്തു, അവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ. എന്നാൽ MBBS അഥവാ സാധാ ഡോക്ടറായിട്ട് മെഡിസിൻ മേഖല പഠിച്ചിട്ട് പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് മാറുന്നവരുണ്ട്. അതായത് പിന്നെ സൈക്കോളജി പഠിക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, സാധാ ഡോക്ടറാണ്, MBBS ഡോക്ടറാണ്, അതിനുശേഷം ഈ സൈക്കോളജി PhD ലെവലിലോ ഡോക്ടർ ഓഫ് സൈക്കോളജി ഒക്കെ എടുക്കുമ്പോൾ അവരെന്താവുന്നു, സൈക്യാട്രിസ്റ്റ് ആവുന്നു. അവര് വേറെയാണ്, ഇവര് വേറെയാണ്. സൈക്യാട്രിസ്റ്റുകൾക്ക് മെഡിസിൻ കൊടുക്കാം, മെഡിസിൻ നിർത്താൻ ആവശ്യപ്പെടാം. എന്നാൽ സൈക്കോളജിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജികൾക്ക് മെഡിസിൻ കൊടുക്കുവാനോ കൊടുക്കുന്ന മെഡിസിനിൽ അഭിപ്രായം പറയാനോ പാടില്ല. ഇത് പൊതുവെ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജി ഡിഗ്രിയും PG ഒക്കെ പഠിച്ച് അതിൽ MPhil PhD ഒക്കെ ഉള്ളത്, അവർ മെഡിസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അവർക്ക് മെഡിസിൻ നിർദ്ദേശിക്കുവാനോ കുടിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിനിൽ മാറ്റം വരുത്താനോ കുറക്കാനോ പറയാനുള്ള അധികാരമില്ല. അതാണ് ക്ലിനിക്കൽ സൈക്കോളജി. മറ്റവര് സൈക്യാട്രിസ്റ്റുകളാണ്, അവർ മെഡിസിൻ ആണ് പഠിച്ചത്, അതിനുശേഷം സൈക്കോളജിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തവരാണ്. അവര് വേറെയാണ്, ഇത് വേറെയാണ്. അത് മൊത്തം ശ്രദ്ധിക്കും. സൈക്യാട്രിയും ക്ലിനിക്കൽ സൈക്കോളജിയും ഡിഫറൻസ് ആണ്. ഏതായാലും ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ളത് സൈക്കോളജിയിലെ ഡെവലപ്മെന്റിന്റെ ഭാഗമായി വന്ന ഒരു ശാസ്ത്രശാഖയാണ്. എന്നാൽ അതുപോലെ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, മനുഷ്യന്റെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിന് പരിഹാരം കാണലാണ് ക്ലിനിക്കൽ സൈക്കോളജി. എന്നാൽ അത്ര സങ്കീർണമൊന്നുമല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ ഇഷ്യൂസ്, അല്ലെ? ചിലപ്പോ ഉപ്പാന്റെ അടുത്ത് അടി കിട്ടിയതിന്റെ പേരിൽ, ഉമ്മാന്റെ അടുത്ത് അടി കിട്ടിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ ടീച്ചർ എന്തോ പറഞ്ഞതിന്റെ പേരിൽ ഭയങ്കര ടെൻഷനും ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും. അന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, അന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസിന്റെ പേരിൽ പലപ്പോഴും പലവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു എന്താ ചെയ്യേണ്ടെന്നറിയില്ല. +2 കഴിഞ്ഞു, ഇനി SLC കഴിഞ്ഞു, +2 ഏതെടുക്കണം, അതെടുക്കണോ ഇതെടുക്കണോ, ഇതെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഗുണങ്ങളുണ്ട്, ഇങ്ങനെ അങ്ങനെ ആലോചിച്ചവർക്ക് ഒരു കൗൺസിലിംഗ് ചെയ്താൽ മതി, അല്ലെ? അവ ചെറിയ പ്രശ്നങ്ങളും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത കേസുകളൊക്കെ ആണെങ്കിൽ അവിടെ കൗൺസിലിംഗ് ആണ്. എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ അയാളെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലിനിക്കലാണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പേഴ്സണൽ കരിയർ ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കാനാണ് കൗൺസിലിംഗ് ഉപയോഗിക്കുക. മൈൽഡ് ഇമോഷണൽ പ്രോബ്ലംസ്, ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങളും വൈകാരിക പ്രശ്നങ്ങളൊക്കെ നമ്മൾ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കും. എന്നാൽ കുറച്ച് സങ്കീർണമായാൽ, സീവിയർ ആയി കഴിഞ്ഞാൽ അത് ക്ലിനിക്കലിലൂടെ പരിഹരിക്കും. മെഡിസിൻ കൊടുക്കേണ്ടാവുമ്പോൾ സൈക്യാട്രിയിലൂടെ പരിഹരിക്കും. കമ്മ്യൂണിറ്റി സൈക്കോളജി എന്ന് പറഞ്ഞാല് ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ മെന്റൽ ഇഷ്യൂസ് ഒക്കെ പറയും. ഒരു വ്യക്തിയുടേതല്ല, ഒരു സമുദായത്തിൻ്റെത്. ഉദാഹരണം കേരളീയ സമൂഹം, അല്ലെങ്കിൽ ഒരു വില്ലേജ്, ആദിവാസി വിഭാഗം, ഇങ്ങനെ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, അതുപോലെ തന്നെ അവരുടെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ,
ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിക്കുമ്പോൾ കമ്മ്യൂണിറ്റി സൈക്കോളജി. മറ്റൊരു ശാഖയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. നേരത്തെ നമ്മൾ പഠിച്ചു ലേണിംഗ് തിയറീസും പേഴ്സണാലിറ്റി തിയറീസും ഒക്കെ. അങ്ങനെ പല പല തിയറികളും സ്കൂൾ മേഖലയിലും വിദ്യാഭ്യാസ മേഖല ഉപയോഗിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ, ടീച്ചിങ് മെച്ചപ്പെടുത്താൻ, പഠനം മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ഉപയോഗിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. ടീച്ചിങ്ങും ലേണിങ്ങും ആ പ്രോസസ്സിനെ കുറിച്ച്, ക്ലാസ് റൂമിൽ കുട്ടികളെ എങ്ങനെ നിയന്ത്രിക്കണം, ക്ലാസ് റൂമിലെ കുട്ടികൾ അച്ചടക്കത്തോടെ ഇരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാതെ വരുന്ന കുട്ടികളെ എന്ത് ചെയ്യണം, എങ്ങനെ അടിപൊളിയായിട്ട് പഠിപ്പിക്കാം എന്നത്. ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികൾക്ക് ഒരേ ബുദ്ധി ആയിരിക്കില്ല, ഒരേ സ്വഭാവമായിരിക്കില്ല, ഒരേ വളർച്ചയായിരിക്കില്ല, പലവർക്കും പല രീതിയിലായിരിക്കും. അവരെയൊക്കെ എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള നമ്മൾ പഠിക്കുന്ന അങ്ങനെയൊക്കെ. കരിക്കുലം ഇവാലുവേഷൻ, ഒരു 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട വിഷയം 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട വിഷയം 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട വിഷയം ഇപ്പൊ 1ൽ പഠിപ്പിക്കുന്ന അതേ രീതിയിലല്ല 5ലും 7ലും പഠിപ്പിക്കേണ്ടത്, അതേ രീതിയല്ല 10ൽ പഠിപ്പിക്കേണ്ടത്. ഓരോ ക്ലാസ്സിനും ഓരോ രീതിയും ടെക്നിക്കും ടൂളും ഉണ്ടായിരിക്കും. മാത്സ് പഠിപ്പിക്കുന്ന രീതിയിലല്ല സയൻസ് പഠിപ്പിക്കേണ്ടത്, സയൻസിന്റെ രീതിയിലല്ല ഹിസ്റ്ററി ഉള്ളത്, ഹിസ്റ്ററിയുടെ രീതിയിലല്ല ഇംഗ്ലീഷ്. അപ്പൊ ഓരോന്നിനും ഓരോ ടെക്നിക്കും ടൂളുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ചർച്ച ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി. മറ്റൊന്നാണ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. അത് കമ്പനികൾ, വലിയ വലിയ കമ്പനികളിലൊക്കെ ധാരാളം ആൾക്കാരുണ്ടാവും. ആ കമ്പനിയിലെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ HR ഉണ്ടായിരിക്കും, ഹ്യൂമൻ റിസോഴ്സ്. അവിടെ എംപ്ലോയി റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന ചില വിഭാഗങ്ങൾ ഉണ്ടാവും. അവരൊക്കെ സൈക്കോളജികളായിരിക്കും, അല്ലെങ്കിൽ MBA+ സൈക്കോളജി കഴിഞ്ഞവരായിരിക്കും. ഉദാഹരണം, ഒരു കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ നേച്ചറും സ്വഭാവവും അനുസരിച്ച് പറ്റിയ ആൾക്കാരെ തന്നെ എടുക്കണ്ടേ. അപ്പൊ ആ ഇന്റർവ്യൂ നടത്തുമ്പോൾ അവരുടെ സ്കില്ല്, അവരുടെ കഴിവ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ നോക്കണം. ഇതൊക്കെ അറിയുന്ന സൈക്കോളജികളായിരിക്കും അവിടെ ഉണ്ടാകുക. അപ്പോ ഒരു കമ്പനിയുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഫാക്ടറിയുടെ കാര്യങ്ങൾ അറിയുന്ന ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ടെങ്കിലും അതിനുശേഷം ഇന്റർവ്യൂക്ക് വരുമ്പോൾ HR ഇന്റർവ്യൂക്ക് വരുമ്പോൾ കൗൺസിലിംഗ് സൈക്കോളജികൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജികൾ അവിടെ ഉണ്ടായിരിക്കും. ഈ എംപ്ലോയിക്ക് എത്രമാത്രം ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഈ എംപ്ലോയിക്ക് എത്രമാത്രം ലീഡർഷിപ്പ് സ്കിൽ ഉണ്ട്, ഈ എംപ്ലോയിക്ക് എത്രമാത്രം പ്രഷറുകൾ സഹിക്കാൻ കഴിയും, അങ്ങനെയുള്ള പല കഴിവുകളും അളക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്കുകളാണ്. ഇപ്പൊ സെലക്ഷൻ, റിക്രൂട്ട്മെന്റ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കോൺഫ്ലിക്റ്റ് ഇപ്പൊ ഒരു വലിയൊരു മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ അദ്ദേഹത്തിന് മാനേജറിയൽ സ്കില്ല് മാത്രം പോരാ, ലീഡർഷിപ്പ് സ്കില്ല് മാത്രം പോരാ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മാത്രം പോരാ, മറിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. മീറ്റിംഗിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 25 ആൾക്കാരുടെ മീറ്റിംഗിൽ ഭയങ്കര ചർച്ച നടക്കുമ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം. ഒരു വിഭാഗം ഒന്ന് പറയും, മറ്റു വിഭാഗം മറ്റൊന്ന് പറയും, അവർ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ അടിയിലേക്കൊക്കെ പോകും. ആ അടിയില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ മാനേജ് ചെയ്യണമെങ്കിൽ അതിന്റെ സ്കില്ല് വേണം. അങ്ങനെ സ്കില്ല് ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യേണ്ടവരാണ് HR ഇരിക്കുന്ന കൗൺസിലിംഗ്, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഓർഗനൈസേഷൻ സൈക്കോളജി കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതൊരു മേഖലയാണ്. മറ്റൊരു പുതിയ മേഖലയാണ് എർഗണോമിക്സ് ആൻഡ് കൺസ്യൂമർ സൈക്കോളജി. എർഗണോമിക്സ് എന്ന വേർഡ് ആരെയും കേട്ടിട്ടുണ്ടോ? എർഗണോമിക്സ് കേട്ടിട്ടുണ്ടോ? ഇല്ല. കൺസ്യൂമർ സൈക്കോളജി എന്താണെന്ന് അറിയോ? ആരുമില്ലേ? അറിയാത്തോണ്ടാണോ അതോ നിങ്ങൾ എന്റെ കൂടെ ഇല്ലാത്തോണ്ടാണോ? എന്റെ കൂടെ ആരും ഇല്ലേ? എന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? അറിയില്ല, അതുകൊണ്ടാണല്ലേ. ഓക്കെ, ഫൈൻ. എർഗണോമിക്സ് എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മള് ഓഫീസുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാനൊക്കെ ഇരിക്കുന്ന ഓഫീസ്, ഇപ്പൊ ഞാനിപ്പോ നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക നിൽക്കമലിന്റെ ചെയർ മറ്റൊരു ചെയറിലായിരിക്കുന്നത്. ഇതൊന്നല്ല ഓഫീസിൽ ഉണ്ടാകുക. അതൊരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തൊരു ചെയറുകൾ. നമ്മൾ ബാർബർ ഷാപ്പിൽ പോയ പ്രത്യേക രീതിയിലെ ചെയർ കണ്ടിട്ടില്ല, ഇങ്ങനെ കറങ്ങാനൊക്കെ അല്ലെ, കറങ്ങാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെയറാണ് ബാർബർ ഷാപ്പിൽ ഉണ്ടാകുക. എന്നാൽ വലിയ വലിയ കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ചെയർ പ്രത്യേക രീതിയിലായിരിക്കും. അത് ഒരു ഷോക്ക് ആബ്സർ മാറി, പിന്നെ അത് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ബാക്കോട്ട് വളയാൻ പറ്റും, തിരിയാൻ പറ്റും. നമ്മളിങ്ങനെ തിരിക്കണമെങ്കിൽ തിരിക്കും വേണ്ട, പതുക്കെ തിരിയുമ്പോഴേക്കും അത് കറങ്ങും. വലിയ വലിയ ഗവൺമെന്റ് ഓഫീസിൽ കണ്ടില്ല, അതിന് അങ്ങനെ ഡിസൈൻ ചെയ്ത്. അപ്പൊ ഒരു ഓഫീസ് സെറ്റപ്പിൽ 8 മണിക്കൂർ 10 മണിക്കൂർ ഓഫീസിൽ ഇരുന്ന ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ട ഒരു കംഫർട്ട്നെസ് ആക്ക് വേണം. അതേ രൂപത്തിൽ ചെയർ, ടേബിള്, ഓഫീസ് സെറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വരും, ഡിസൈൻ ചെയ്തു വരും. ഇങ്ങനെ മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും
പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ, വലിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ഭംഗിയായിട്ട് ഓഫീസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവിടുത്തെ ഫർണിച്ചേഴ്സ്, അവിടുത്തെ ഇന്റീരിയർ, അവിടുത്തെ സെറ്റിംഗ് ഒക്കെ ചെയ്യും. ഇത് എർഗണോമിക്സ് ചെയർ എന്ന് പറയാം. എർഗണോമിക്സ് ചെയർ എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ പ്രത്യേകം സെറ്റ് ചെയ്ത, അതിന് നല്ല വില ഉണ്ടാവും. 4000 റിയാല്, 1000 റിയാലാണ് തന്നെ നാട്ടിലത്തെ 25,000 രൂപയായി. 4000 എന്ന് പറയുമ്പോൾ 1,00,000, നാട്ടിലത്തെ 1,00,000 ഒക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരു ചെയറിന്. അങ്ങനത്തെ ചെയറുകളായിരിക്കും ഓഫീസിൽ ഉണ്ടാകുക. അത് വലിയ പോസ്റ്റ് എത്തുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. സാധാരണക്കാരെ കാര്യം പറഞ്ഞത്. അങ്ങനത്തെ ഒരു ചെയർ വെക്കണം, അല്ലെങ്കിൽ അയാൾ നട്ടല് കേടുവരും. പിന്നെ സിസ്റ്റം, നമ്മളെ കമ്പ്യൂട്ടർ മുന്നിൽ വെക്കുന്ന സിസ്റ്റം, അത് ഈ രീതിയിൽ വെക്കണം. ഇങ്ങനെയായിരിക്കണം നമ്മൾ കൈ പിടിക്കേണ്ടത്, കഴുത്ത് ഇങ്ങനെ ആയിരിക്കണം, ഇടയ്ക്കൊരു 3/4 മണിക്കൂർ എണീറ്റ് നടക്കണം. ഇങ്ങനെ കുറെ നിർദ്ദേശം നമുക്ക് ഓഫീസിൽ. എന്തിനാണത്? നമ്മുടെ ഹെൽത്ത് കീപ്പ് ചെയ്യാനാണ്. നമ്മൾ ഫിസിക്കലി മെന്റലി ഹെൽപ്ഫുൾ ആയാൽ മാത്രമേ ഓഫീസിൽ വർക്ക് മര്യാദ കിടക്കുള്ളൂ. അപ്പൊ ഫിസിക്കലി നമുക്ക് കുഴപ്പമില്ലായിരിക്കാൻ, നട്ടലിന് വേദന ഇല്ലായിരിക്കാൻ, പെരടിക്ക് വേദന ഇല്ലായിരിക്കാൻ പ്രത്യേക ഡിസൈൻ ചെയ്ത ചെയറുകളും ടേബിളുകളും ഫർണിച്ചേഴ്സും ഉണ്ടായിരിക്കും. ഇതെന്താണ്? മനുഷ്യന്റെ ആ ഓഫീസിലെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ഓഫീസിലെ വർക്കിന് ആവശ്യമാണ്. അപ്പൊ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഓഫീസുകളും അവിടെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടി സൈക്കോളജിക്കലി കുറെ കാര്യങ്ങൾ. അപ്പോ മനുഷ്യനും മെഷീനുകളും തമ്മിൽ അല്ലെങ്കിൽ മനുഷ്യനും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധവും അതിന് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് എർഗണോമിക് സൈക്കോളജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓഫീസിലെ ഫർണിച്ചറുകളാകാം, മറ്റു സംവിധാനങ്ങളാകാം, ടെക്നോളജി ആകാം, അപ്പൊ അതൊരു എഞ്ചിനീയറിംഗ് ആണ് അല്ലെ. അപ്പോൾ മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് ടേബിളുകൾ ഡിസൈൻ ചെയ്യുന്നു, മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ചെയറുകൾ ഡിസൈൻ ചെയ്യുന്നു. ഉദാഹരണം, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ചെയർ ആയിരിക്കും, പക്ഷെ നട്ടലിന് വേദനയുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരാള് അയാൾക്ക് പ്രത്യേക ചെയർ ആവശ്യപ്പെട്ടാൽ അതിനനുസരിച്ച് പ്രത്യേക ഡിസൈൻ ചെയ്ത് ഇവിടെ ബാക്കിൽ കുറച്ച് ഇതൊക്കെ ഉള്ള ഒരു സാധനം കാണും. നമ്മൾ കാറിലൊക്കെ ഉള്ള മാതിരി ഒരു പ്രഗ്നന്റ് ആയ ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് പ്രത്യേക രീതിയിലുള്ള ചെയർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, പർച്ചേസ് ചെയ്യും. അങ്ങനെ സാധനങ്ങളാണ് എർഗണോമിക് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ വർക്ക് പ്ലേസ് ഡിസൈൻ ചെയ്യുക, വർക്ക് പ്ലേസിൽ വേണ്ട ഫർണിച്ചേഴ്സ് ഡിസൈൻ ചെയ്യുക, ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻ, അതായത് മനുഷ്യനും ഹ്യൂമനും ഇതിന്റെ ഇന്ററാക്ഷൻ ഡിസൈൻ ചെയ്യുക, പ്ലാൻ ചെയ്യുന്നതാണ് എർഗണോമിക്സ്. മറ്റൊന്ന് കൺസ്യൂമർ സൈക്കോളജി. കൺസ്യൂമർ എന്ന് പറഞ്ഞാല് ഈ പർച്ചേസിന് പോകുന്നു. ഇപ്പൊ ഉദാഹരണം നമ്മളൊക്കെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ കാര്യം വെച്ചിട്ടോ പറഞ്ഞിട്ടോ, കച്ചവടത്തിനൊക്കെ പോലെ മാർക്കറ്റിൽ പോലെ, മാർക്കറ്റിൽ ഇപ്പൊ ലുലുലോ സഫാരിയിലോ വലിയ മാള് കാരിഫോറോയിലെ വലിയ മാളിലേക്ക് നമ്മൾ പോയാൽ, ആ മാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ വെച്ച് കാണാം അല്ലെ. ചില സാധനങ്ങൾ പ്രത്യേകം വെച്ചിട്ടുണ്ടാവും. കുട്ടികളുടെ കാഴ്ച എത്തുന്ന അവരുടെ ഉയരത്തിലായിരിക്കും അവർക്ക് വേണ്ട സാധനം വെച്ചിട്ടുണ്ടാകുക. കുട്ടികൾക്ക് വേണ്ട ചില സാധനങ്ങൾ ഉണ്ടായിരിക്കും, അവര് വായിക്കുന്ന അത് മുകളിലൊന്നും കൊണ്ടുവയ്ക്കൂല, അത് കുട്ടികൾക്ക് കേറും. പിന്നെ മാത്രമല്ല, കുട്ടികൾ പെട്ടെന്ന് വാങ്ങാൻ സാധ്യതയുള്ള സാധനങ്ങളെ കൗണ്ടറിന്റെ അവിടെ വെച്ചിട്ടുണ്ടാവും, മറന്നു പോയിട്ടെങ്കിൽ അവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എങ്ങനെയാണ് കൺസ്യൂമറെ പിടിക്കേണ്ടത്, കസ്റ്റമേഴ്സിനെ ചാക്കിലിടേണ്ടത് എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. ഉദാഹരണം, ഈ സാധനങ്ങൾ പാക്ക് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില മിഠായികളുടെ പാക്കുകൾ, പരസ്യങ്ങള് അല്ലെ, കേക്ക് ഉണ്ടാക്കുമ്പോ. അപ്പൊ ഓരോരുത്തരെയും ഓരോ കസ്റ്റമറെയും എങ്ങനെയാണ് നമുക്ക് കൈക്കലാക്കാൻ പറ്റുക എന്നുള്ളത് ആ മേഖലയിൽ റിസർച്ച് ചെയ്ത് അതിനനുസരിച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്ത് അതിനനുസരിച്ച് പരസ്യവാചകങ്ങൾ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള ആൾക്കാരെ ഉപയോഗിച്ച്, ഗോൾഡിന്റെ ജ്വല്ലറിയുടെ പരസ്യമാകുമ്പോൾ അതിന് പ്രത്യേക ആൾക്കാരെ ഉപയോഗിക്കുക, എന്നാൽ ജിമ്മിന്റെ പരസ്യമാകുമ്പോൾ അതിന് പ്രത്യേക ആൾക്കാരെ ഉപയോഗിക്കുക, അതിന് പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സിങ് ആയിരിക്കും. അപ്പൊ ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ വരുന്നതാണ് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗ് മേഖലയിൽ നമ്മൾ സൈക്കോളജി ഉപയോഗിക്കുമ്പോൾ കൺസ്യൂമർ സൈക്കോളജി. ഇനി എൻവയോൺമെന്റ് ആണ് സ്പോർട്സ് സൈക്കോളജി. എൻവയോൺമെന്റ് നിങ്ങൾ ഒരു വിഷയം തന്നെ പഠിക്കാണ്ട്, മനുഷ്യനും എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ. നമ്മൾ എൻവയോൺമെന്റ് കേടുവന്നാൽ നമ്മൾ തന്നെ നശിച്ചു പോകും. അപ്പൊ എൻവയോൺമെന്റ് കേടുവരുത്താതെ അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, അത് നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു, നമ്മളെ ആ രീതിയിൽ പഠിക്കുന്നതാണ് എൻവയോൺമെന്റ് സൈക്കോളജി. സ്പോർട്സ് സൈക്കോളജി അറിയാലോ, ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അവിടെ കോച്ചുമാരുണ്ടായിരിക്കും. ഈ കോച്ചുമാര് സൈക്കോളജി പഠിച്ചവരായിരിക്കും. അതായത് തോൽക്കാൻ പോകുന്ന ഒരു ടീമിന് ഒരു മോട്ടിവേഷൻ ഒക്കെ കൊടുക്കും. റൂമിൽ വെച്ചിട്ട് തലേ ദിവസം, നാളത്തെ ഫൈനലിന്റെ തലേ ദിവസം അവർക്ക് ഭയങ്കര കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് ഇൻജെക്ട് ചെയ്തിട്ടായിരിക്കും അവരെ ഗ്രൗണ്ടിൽ വിടുന്നത്. എത്ര തളരാത്ത രീതിയിൽ പറയുന്ന കോച്ചുമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? ആ മോട്ടിവേഷൻ, അതുപോലെ പെർഫോമൻസ്, ഓരോ കളിക്കാരന്റെയും പെർഫോമൻസ് അനലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു കോച്ചിങ്. ക്രിക്കറ്റ് കളിയിലൊക്കെ കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ഞാൻ നല്ല ക്രിക്കറ്റ് വീക്ഷിച്ചിരുന്ന ആളാണ്, അറിയാം. അതായത് പാകിസ്ഥാൻ ടീം അവർ ഓരോ ബോളർ എങ്ങനെ ബോൾ ചെയ്യുന്നു, ഏത് ഭാഗത്തേക്ക് അടിക്കുന്നു, ബാറ്റ് എങ്ങനെ പിടിക്കുന്നു, അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബോൾ എങ്ങോട്ട് പോകും, ആ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ആ രീതിയിൽ കളികൾ നിയന്ത്രിക്കും. ഇപ്പൊ കഴിഞ്ഞൊരു കളിയില്
ഇന്ന ആള് ഈ രീതിയിൽ ബോൾ ചെയ്ത് ഇങ്ങനെയാണ് ആൾക്കാരെ ഔട്ടാക്കിയത് മനസ്സിലാക്കിയാൽ അടുത്ത കളിയിൽ എന്ത് ചെയ്യും, ആ രീതിയിൽ അങ്ങനത്തെ ഒരു ബോൾ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് കോച്ച് ബാറ്റ്സ്മാൻമാർക്ക് പഠിപ്പിച്ചു. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഉദാഹരണം, ഒരു സെവൻസ് കളിക്കുക നാട്ടിലെ, അല്ലെങ്കിൽ 11s കളിക്കുകയാണ്. അവിടെ ഒരാൾ മാത്രം കളിച്ചിട്ട് കാര്യമില്ല, അതൊരു ടീമായിട്ട് കളിക്കണം. ഗോൾ കീപ്പർ അയാളുടെ ജോലി ചെയ്യണം, ഡിഫൻഡർ ഓരോരുത്തർ. അപ്പൊ ആ ഓരോരുത്തർക്കും ജോലി കൊടുത്ത് ഒരു ടീമായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ ആ ടീം വിജയിക്കുള്ളൂ. അപ്പൊ ടീം ബിൽഡ് ചെയ്യാൻ അതിന്റെ സ്ട്രാറ്റജികൾ, അതിന്റെ ടൂളുകൾ, ഇങ്ങനെ സാധനങ്ങൾ ഉപയോഗിക്കും എന്നാണ്. ഇതാണ് ഇപ്പോ സൈക്കോളജിയുടെ ബ്രാഞ്ചുകൾ, സ്കോപ്പുകളെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ ഈ യൂണിറ്റിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുന്നു. ഇന്ത്യയിൽ സൈക്കോളജി എന്ന് വന്നു. ഇന്ത്യയിലും ലോകത്തും സൈക്കോളജി ഫിലോസഫിയുടെ ഭാഗമായിട്ട് വന്നാണ്. അപ്പൊ ഇന്ത്യൻ ഫിലോസഫിയിൽ നിന്നാണ് ഇന്ത്യൻ സൈക്കോളജി ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുമ്പോൾ ഇവിടെ പഴയ മതം എന്ന രീതിയിൽ വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതകളും മറ്റൊക്കെ ഉണ്ടായിരുന്നത് അല്ലെ, അതിലുള്ള പല കോൺസെപ്റ്റുകളും ഇന്ന് സൈക്കോളജിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫി എന്ന് ഒന്നാണ്. അഥവാ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പഴയ മിത്തുകളും ഉപനിഷത്തുകളും വേദങ്ങളും ഇതൊക്കെയാണ്. അതിൽ നിന്നാണ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. യോഗസൂത്ര, ബുദ്ധിസ്റ്റ് ഫിലോസഫി, ബുദ്ധ, ജൈന, ഇതൊക്കെ. അപ്പോ അവിടെയൊക്കെ ബുദ്ധൻ അല്ലെങ്കിൽ ശ്രീബുദ്ധനെ, പിന്നെ ജൈനമത സ്ഥാപകരെ, അതുപോലെ തന്നെ ഹിന്ദു മുനിമാര്, മഹർഷിമാര് മനുഷ്യ മനസ്സുകളെ മയക്കാനും മനുഷ്യ മനസ്സുകളെ ഡെവലപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും കൾച്ചർ ചെയ്യുവാനും പല ടെക്നിക്കുകളും ടൂളും ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഈ യോഗങ്ങളും യോഗാശ്രമങ്ങളൊക്കെ പറയുന്നത്. ഇതൊക്കെ പഠിക്കലാണ് ഇന്ത്യൻ സൈക്കോളജിയുടെ ട്രഡീഷൻ. ഇങ്ങനെയാണ് ഇന്ത്യൻ സൈക്കോളജി ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യയിൽ സൈക്കോളജി എന്നൊരു സബ്ജക്റ്റ് തന്നെ വരുന്നത് 1916 കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് സൈക്കോളജി എന്ന സബ്ജക്റ്റ് ആദ്യമായിട്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടത്, നെറ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. PG കഴിഞ്ഞ് നിങ്ങൾ നെറ്റൊക്കെ എഴുതി PhD കഴിഞ്ഞ് കോളേജ് ലെക്ചർ ആകുന്ന സമയത്ത് നെറ്റിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 1916 കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ ഫിസിയോളജി ഡിപ്പാർട്ട്മെന്റ്, ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് പല യൂണിവേഴ്സിറ്റികളും പല ഇങ്ങനെ വന്ന് 1924 ഇന്ത്യയിലെ ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്ന് പറയും, IPA, ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ ഡിപ്പാർട്ടുകൾ വന്നു, പിന്നെ ഒരു സബ്ജക്റ്റ് ആയി വന്നു, സിലബസിന്റെ ഭാഗമായി വന്നു. അങ്ങനെ സൈക്കോളജിസ്റ്റുകളുടെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കി 1924 ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്, APA. അത് നിങ്ങൾ പിന്നീട് പഠിക്കും. APA, DSM, ICD എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ പഠിക്കും. അപ്പൊ 1924 IPA വന്നത്. 1925 പിറ്റത്തെ വർഷം ഇന്ത്യൻ ജേണൽ ഓഫ് സൈക്കോളജിയെ കുറിച്ചുള്ള റിസർച്ചുകളും അതനുസരിച്ച് പുസ്തകങ്ങളും പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി 1925. അതിങ്ങനെ കഴിഞ്ഞ് 1940 ആയപ്പോ അപ്ലൈഡ് സൈക്കോളജി വന്നു. അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? തിയറികൾ മാത്രമല്ല, അത് ലൈഫില്, എഡ്യൂക്കേഷൻ മേഖലയാകാം, കമ്പനികളിലാകാം, ലൈഫിലാകാം, ഇവിടെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്ന രീതി, പ്രശ്നപരിഹാര രൂപവും സോഷ്യൽ സൈക്കോളജിയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് 1940-കൾക്ക് ശേഷമാണ്. അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യൻ സൈക്കോളജിയെ നമുക്ക് ഓറിയന്റൽ സൈക്കോളജി, ബുദ്ധിസ്റ്റ് സൈക്കോളജി, യോഗ ഫിലോസഫി, ജൈൻ സൈക്കോളജി എന്നിങ്ങനെ തരംതിരിക്കാൻ പറ്റും. അതായത് ബുദ്ധ, ജൈന, ഹിന്ദു മിത്തോളജിയിൽ നിന്നും ഫിലോസഫിയിൽ നിന്നുമാണ് ഇന്ത്യൻ സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് ഒറിജിൻ ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചത്. അതായത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട സയൻസ് അല്ല, മറിച്ച് ഇന്റർ ഡിസിപ്ലിനറി ആണ്, മറ്റു സയൻസുകളുമായിട്ട് ബന്ധമുണ്ട്. സൈക്കോളജി രണ്ടായി തിരിഞ്ഞാദ്യം ബേസിക്, അപ്ലൈഡ്. ഇത് പരസ്പര ബന്ധമുണ്ട്. മാത്രമല്ല സൈക്കോളജി വ്യത്യസ്തമായ ഫീൽഡുകളിൽ ചർച്ച ചെയ്ത് വൈഡ് സ്കോപ്പാണുള്ളതെന്ന് പറഞ്ഞു. ഇന്ത്യൻ സൈക്കോളജിയുടെ ബേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ബേസ് അതായിരുന്നെങ്കിലും ഇന്ത്യൻ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് ഈ ലെവലിലേക്ക് വളർന്നു വന്നു എന്ന് പുസ്തകത്തിൽ പറയുന്നു. ജസ്റ്റ് പറയുന്നുള്ളൂ. നമ്മൾ പഠിച്ചത് മനുഷ്യന്റെ ബിഹേവിയറിനെ സിസ്റ്റമാറ്റിക്കായി സയന്റിഫിക്കലി പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സൈക്കോളജി. അത് ഫിലോസഫിയിൽ നിന്നും വന്നതാണ്. അത് ബിഹേവിയറിനെ കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത് എങ്കിലും അതിന്റെ സ്കോപ്പ് വലുതായി ബേസിക്, അപ്ലൈഡ്, പിന്നെ എക്സ്പെരിമെന്റൽ, നോൺ എക്സ്പെരിമെന്റൽ, പിന്നെ പിറ്റിങ്ങനെ വളർന്നു ധാരാളം ബ്രാഞ്ചുകളായിട്ട് വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വലിന്റെയും സമൂഹത്തിന്റെയും വെൽബീയിങ്ങിന് വളരെ പ്രധാനപ്പെട്ട ഒരു സയൻസ് ആണ് സൈക്കോളജി എന്നുള്ളത്. അത് വളർന്ന് ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു.
മാത്രമല്ല റിസർച്ചിലൂടെയും പ്രാക്ടീസിലൂടെയും പല പല പ്രശ്നങ്ങൾക്കും ഈ സൈക്കോളജി പരിഹാരമായി വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഈ യൂണിറ്റ് ഒരു 17ഓളം പേജ് ഉണ്ട്. അത് ഭംഗിയായിട്ട് എല്ലാ ഭാഗവും നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ് 1-2 പ്രാവശ്യം കേട്ട് നമ്മൾ തരുന്ന നോട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാം. ക്ലാസ് കേൾക്കണം, നോട്ട് കൃത്യമായി വായിക്കണം. ഇഗ്നോയുടെ മെറ്റീരിയൽ വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം, കുറച്ച് ടഫാണ്. അപ്പൊ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ തന്നിട്ടുള്ളത്. പിന്നെ അതിലുള്ള സാധനങ്ങളൊന്നും വെട്ടിച്ചുരുക്കി കളഞ്ഞിട്ടില്ല, കാരണം കളഞ്ഞു കഴിഞ്ഞാൽ പോയിന്റുകൾ നഷ്ടപ്പെടും എഴുതിയിട്ട്. ഇത് ഇങ്ങനെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എക്സാം സമയത്ത് നമ്മൾ എക്സാമിന് മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ ഉപയോഗിച്ച ചോദ്യങ്ങൾ മാത്രം അനലൈസ് ചെയ്ത് പഠിക്കും. അതായിരിക്കും ഇഫക്റ്റീവ് ആയിരിക്കുക. അപ്പോ ഈ ഒരു കോഴ്സിന് ഈ ഒരു ഞങ്ങളുടെ കൂടെ കൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. എന്നിട്ട് നമ്മുടെ കൂടെ പഠിക്കാം. എന്നിട്ട് ഒരു ഏപ്രിൽ പകുതി ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഏപ്രിൽ അവസാനം ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള 8 അല്ലെങ്കിൽ 9 മെറ്റീരിയലും നമ്മൾ കവർ ചെയ്ത് മെയ് മാസത്തോട് റിവിഷൻ ചെയ്ത് ജൂണിൽ അടിപൊളിയായിട്ട് ധൈര്യത്തോടെ പരീക്ഷയ്ക്ക് പോകാം. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് നന്ദി. എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഇന്ന് പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും വിഷയങ്ങൾ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇല്ല എങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്.